പിന്നെ കാര്യങ്ങളൊക്കെ മശ്വറ ചെയ്യുകയും അഭിപ്രായ ഭിന്നതകൾ വരുമ്പോൾ ഈ ആൾ പറയുന്ന അഭിപ്രായത്തിൽ വേറെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ഒന്നിച്ചു ചേരുകയും ചെയ്യുക. എട്ടാമത്തെ കാര്യം അതാണ്. ഒൻപതാമത്തെ കാര്യം, നിങ്ങൾ ഹജ്ജിന് പോകുന്ന വിവരം നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറോട് പറയണം. സ്ഥിരമായി ഷുഗർ, പ്രഷർ, മറ്റു പല രോഗം കൊണ്ടും വിഷമിക്കുന്ന ആളുകളുണ്ടാവും. സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറോട് നിങ്ങൾ പെട്ടെന്ന് പറയണം ഹജ്ജിന് പോകുന്നു എന്ന വിവരം. എന്നാൽ അതിനനുസൃതമായുള്ള കാര്യങ്ങൾ ഡോക്ടർ നിങ്ങൾക്ക് നിർദ്ദേശിച്ചു തരും. ആരോഗ്യം ഹജ്ജിന് വളരെ പ്രധാനമാണ്. തടി കൊണ്ട് അധ്വാനിക്കുന്ന ഏറ്റവും പ്രധാനമായ അമലാണ് ഹജ്ജ്. പിന്നെ ഒന്ന് യുദ്ധം. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെണ്ണുങ്ങളുടെ യുദ്ധം എന്ന് റസൂലുള്ള പറഞ്ഞത്, സ്ത്രീകളുടെ ജിഹാദായി റസൂലുള്ള പറഞ്ഞത് ഹജ്ജു, ഹജ്ജിനെ കുറിച്ചാണ്. ഹജ്ജ് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള പറഞ്ഞ പെണ്ണുങ്ങളുടെ യുദ്ധമാണ് ഹജ്ജ്. അപ്പൊ യുദ്ധം പോലെയാണ്. യുദ്ധത്തിന് പോലെ നല്ല സുഖല്ലേ അല്ലേ? യുദ്ധത്തിന് പോകുന്ന നല്ല സുഖല്ലേ? അതുകൊണ്ടത് തല പോയാലേ വിവരം അറിയോ? യുദ്ധം എന്ന് പറഞ്ഞാൽ തല പോണ പരിപാടിയാണ്, തല പോകുന്ന പരിപാടിയാണ്. ഹജ്ജിന് അള്ളാഹുവിന്റെ ഹബീബ് സമപ്പെടുത്തിയത് അതിനോടാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ 4000 ചില്ലാനം ആളുകളാണ് മരിച്ചത്. 700, 125, 300 അല്ല. വലിയ 4 കണ്ടെയ്നറുകളിലാണ് മയ്യത്ത് കയറ്റിക്കൊണ്ടുപോയത്. 4000 ചില്ലാനം ആളുകൾ മരിച്ചുപോയിട്ടുണ്ട് എന്നാണ് അനൗദ്യോഗികമായ കണക്ക്. അതാണ് ശരി. മറ്റത് കണക്കുകൾ ചുരുക്കി കാണിച്ച് ലോകത്തെ ആ വിവരം ഭീതിപ്പെടുത്തുന്ന രീതിയിൽ അല്ലാതെയാക്കി മാറ്റുന്ന ചില കണക്കുകളാണ്. ഇന്നുവരെ തിരിച്ചറിയപ്പെടാത്ത ആളുകളുണ്ട്. ആരാണ് മരിച്ചുപോയത്? അപ്പൊ അങ്ങനെയാണ്. അള്ളാഹുവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഹജ്ജ് ജിഹാദാണ്. ഈ കൊല്ലം എന്തു നടക്കും അല്ലാഹു അലം. പേടിയുണ്ടോ? നിങ്ങൾ മിണ്ടില്ലല്ലോ. അപ്പൊ പേടിയുണ്ടെന്ന് അതിന്റെ അർത്ഥം. പേടിയുണ്ടോ? എന്തും സംഭവിക്കാം. പരിശുദ്ധ മദീന മുനവ്വറയിലാണ് പരിശുദ്ധ റമദാനിൽ നോമ്പ് തുറക്കുന്നതിന്റെ അല്പം മുമ്പ് തീവ്രവാദി അക്രമം ഉണ്ടായത് എന്ന് വായിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹജ്ജിനെ കുറിച്ച് പരിചയപ്പെടുത്തി. അല്ലാഹുവിന്റെ ഹബീബ് എന്നിട്ട് പറഞ്ഞു, ലോകാവസാനത്തോട് ചേർന്നാണ് ആ ഹജ്ജ്. ഹജ്ജിൽ കലാപമുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇറാനും സൗദിയുമായി കൂടുതൽ അകന്നു പോയിട്ടുണ്ട്. എന്തും സംഭവിക്കാം. ഇറാനികൾ ഷിയാക്കളാണ്, സൗദി ഷിയാക്കൾ എമ്പാടുമുള്ള ഒരു രാജ്യമാണ്. അപ്പൊ ഒന്നും അപകടങ്ങൾ ഇല്ലാതിരിക്കാൻ എപ്പോഴും നിങ്ങൾ ദ്വാരക്കണം. എന്ത് സംഭവിക്കാം ഒന്നും പറയാൻ പറ്റില്ല. കഴിഞ്ഞ വർഷം തിക്കിലോ തിരക്കിലോ എന്താണ് സംഭവിച്ചതെങ്കിലും ആ ഭാഗത്തേക്ക് ആളുകൾ ഇങ്ങനെ എത്തുന്ന സമയത്ത് താനെ കൊഴിഞ്ഞു വീണ് മരിച്ചുപോയി എന്ന മരണ രംഗം കണ്ട ഒരാൾ പറഞ്ഞു. അങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷത്തെ ആ മരണത്തിന്റെ സ്ഥിതി. ഇപ്പൊ ജിഹാദാണ് ഹജ്ജ്. ജിഹാദിലാണ് എന്തുണ്ടാവല്? മരണം ഉണ്ടാവുക. ഇനി മരണേ ഇല്ലാത്ത ഹജ്ജ് ഞങ്ങൾ സംവിധാനം ചെയ്യും. അങ്ങനെ പറയാനൊന്നും സൗദിക്ക് കഴിയില്ല. ഇവരൊരു തവണ പഴയ കാലത്ത് നിങ്ങൾക്കറിയാം, ടെന്റും തീ പിടിച്ച് ഒരുപാട് ആളുകൾ മരിച്ചപ്പോഴാണ് തീ പിടിക്കാത്ത പ്രത്യേകം ഷീറ്റുകൾ കൊണ്ട് തയ്യാർ ചെയ്തതാണ് മിനയിലെ ടെന്റുകൾ. ഇപ്പോൾ ആ കൊല്ലം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, ഇനി മിനയിൽ തീപിടുത്തം ഉണ്ടാവില്ല, മരണമുണ്ടാവുകയില്ല, ഹാജിമാർക്ക് സമാധാനിക്കാൻ. ആ റിപ്പോർട്ട് വന്ന ആ കൊല്ലമാണ് ഗംഭീരമായ മഴ പെയ്തത് മിനയിൽ. 20 മിനിറ്റ് നേരെ മഴ പെയ്തിട്ടുള്ളൂ. ആളുകൾ പലരും ഒലിച്ചുപോയി, ടെന്റുകൾ ഒലിച്ചുപോയി. ഒരു 20 മിനിറ്റ് കൂടെ മഴ നീണ്ടു നിന്നിരുന്നുവെങ്കിൽ മിനയിൽ മയ്യത്ത് കുമിഞ്ഞുകൂടുമായിരുന്നു. മിനയുടെ 4 ഭാഗവും മലകളാണ്, കുന്നുകളാണ്. 2 ഭാഗവും കുന്നുകളാണ്. കുന്നുകളിൽ നിന്ന് മഴ പെയ്താൽ ഈ 2 കുന്നിനിടയ്ക്കാണ് ഈ മഴവെള്ളം വരിക പെട്ടെന്ന്. ഇവിടുത്തെ ഭൂമിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, വെള്ളം കുടിക്കൂല. 1 മണിക്കൂർ മഴ പെയ്താൽ
മിന മുഴുവൻ വെള്ളപ്പൊക്കത്തിലായി, മുഴുവൻ ഹാജിമാർ മരിച്ചു. ആ കൊല്ലം അള്ളാഹു ഈ വാർത്ത എഴുതിയ മനുഷ്യന്മാർക്ക് ചില കാര്യം ബോധ്യപ്പെടുത്തി കൊടുത്തതാണ്. ഹജ്ജിലെ മരണം ഇല്ലാതെയാക്കാൻ റബ്ബിനല്ലാതെ കഴിയില്ല, മനുഷ്യന്റെ ഭൗതിക സൗകര്യങ്ങൾക്ക് കഴിയുകയില്ല എന്ന് ബോധ്യപ്പെടുത്തിയതാണ്. അള്ളാഹു അപകടമില്ലാത്ത ഹജ്ജാക്കി തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, ആരോഗ്യം വളരെ ആവശ്യമുള്ള ഒരു അമലാണ് ഹജ്ജ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് ചോദിച്ചു, ഹബീബായ നബിയേ, ലൈലത്തുൽ ഖദറിന്റെ രാവാണ് എന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ ഏതു കാര്യത്തിനാണ് റബ്ബിനോട് ദുആ ചെയ്യേണ്ടത്? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, ആയിഷ, അള്ളാഹുവിന്റെ മാലാഖമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ലൈലത്തുൽ ഖദറിന്റെ രാവ്, അള്ളാഹു അടിമകൾ എന്തു വാരി ചോദിച്ചാലും വാരിക്കോരി കൊടുക്കുന്ന രാവ്, ആ രാവ് ഇന്ന രാവാണെന്ന് നിനക്ക് ബോധ്യപ്പെട്ടാൽ നീ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത് സലില്ലാഹൽ അഫ്വ വൽ ആഫിയ, അള്ളാഹുവിനോട് വിട്ടുവീഴ്ച ചെയ്തു തരാനും ആരോഗ്യം തരാനും ദ്വാരക്കണം. ആരോഗ്യം ഒരു ഭയങ്കര വിഷയമാണ്. അത് തിരിയലെപ്പോഴാണ് നിങ്ങൾ ആരോഗ്യം ഇല്ലാതാവുമ്പോഴാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അബ്ദുൽ ലത്തീഫ് ഹാജി, ബാംഗ്ലൂരിലാണ്. എല്ലാ ദിവസവും 4 കിലോമീറ്റർ കൃത്യമായി നടക്കുന്ന ആളായിരുന്നു. എൻ്റെ കൂടെ ഹജ്ജിനൊക്കെ ഉണ്ടായിരുന്നു. നല്ല ആരോഗ്യത്തിൻ്റെ കാത്താണ്. 55 വയസ്സായിട്ട്. ഇപ്പം അടുത്ത് ഞാൻ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ, എൻ്റെ ആരോഗ്യം മുഴുവൻ പോയിന്നല്ല, ശരീരം മുഴുക്കയും വേദനയാണ്. ഞാൻ നിസ്കരിച്ചു, മാധ്യമസ്കാരം ഒന്നിച്ച് നിസ്കരിച്ചു. സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഞാൻ ആ മനുഷ്യനെ ശ്രദ്ധിച്ചു. അത്തഹിയ്യാത്തിൽ ഇരിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. അത്തഹിയ്യാത്ത് ഓതി കഴിയുന്നവരെ ഇരിക്കാൻ കഴിയുന്നില്ല, അത്ര വേദനയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഹജ്ജിന് ആരോഗ്യം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സ്ഥിരമായി കാണിക്കുന്ന ഡോക്ടർമാർ സ്ഥിര രോഗികളാണെങ്കിൽ അവരോട് നിങ്ങൾ വിവരം പറയണം ഹജ്ജിന് പോകുന്ന, എന്നിട്ട് അതിനാവശ്യമായുള്ള നിർദ്ദേശങ്ങൾ, മുൻകരുതലുകൾ ഒക്കെ നിങ്ങൾ എടുക്കേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതാണ് 9ാമതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. 10ാമത്തെ കാര്യമായി നിങ്ങൾ ഉണർത്തുവാനുള്ളത്, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹജ്ജ് ചെയ്താൽ സ്വീകാര്യമായ ഹജ്ജിന്റെ പ്രതിഫലം സ്വർഗം മാത്രമാണ്. നല്ല ശ്രദ്ധിക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് പലർക്കും പല സംശയങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലാസിന്റെ അവസാനം ചോദിക്കാവുന്നതാണ്. മബ്റൂറായ ഹജ്ജിന്റെ പ്രതിഫലം സ്വർഗമാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞത് എന്താ? മൻ ഹജ്ജ വലം യർഫുസ് വലം യഫ്സുഖ്, ഫിസ്ഖോ റഫസോ ഇല്ലാത്ത ഹജ്ജൊരാൾ ചെയ്താൽ ഖറജ മിൻ ദുനൂബിഹി കയൗമ വലദതു ഉമ്മു, ഉമ്മ പ്രസവിച്ച പോലെ ദോഷത്തിൽ നിന്ന് ശുദ്ധനാകും. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ദോഷങ്ങൾ 2 രീതിയിലാണ്. ഒന്ന് അല്ലാഹുമായി ബന്ധപ്പെട്ട ദോഷങ്ങളാണ്, മറ്റൊന്ന് സൃഷ്ടികളുമായി ബന്ധപ്പെട്ട ദോഷങ്ങളാണ്. 2 രീതിയിലാണ് ദോഷങ്ങൾ. ഹജ്ജ് ചെയ്താൽ അല്ലാഹു പുറത്തു തരുമെന്ന് പറഞ്ഞ ദോഷങ്ങൾ അല്ലാഹുമായി ബന്ധപ്പെട്ട ദോഷങ്ങളാണ്. സൃഷ്ടികളുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ, സൃഷ്ടികൾ പുറത്തു തരാതെ അല്ലാഹു പുറത്തു തരുന്ന പ്രശ്നമേ ഇല്ല. വളരെ ഗൗരവമായി ഹജ്ജിന് മുമ്പ് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട കാര്യമാണത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബാ അതദറൂന മനിൽ മുഫ്ലിസ്, സ്വഹാബികളോട് ചോദിച്ചു, സ്വഹാബാ പാപ്പരൻ ആരാണ് എന്ന് നിങ്ങൾക്കറിയാമോ? സ്വഹാബികൾ പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം. ഹബീബായ നബിയെ, ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബിനോട് അവർ പറഞ്ഞു, നബിയേ, പാപ്പരൻ എന്ന് പറഞ്ഞാൽ മല്ലാ ദിർഹമ ലഹു വലാ ദീനാർ. അതദറൂന മനിൽ മുഫ്ലിസ്, പാപ്പരൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അവർ പറഞ്ഞു, മല്ലാ ദിർഹമ ലഹു വലാ ദീനാർ, ദിർഹമും ദീനാറും ഇല്ലാത്ത ആളാണ് നബിയെ പാപ്പരൻ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബാ ദിർഹമും ദീനാറും ഇല്ലാത്ത ആളല്ല പാപ്പരൻ, അതിനേക്കാൾ വലിയ പാപ്പരനായ ആളുണ്ട്. അയാളുടെ കയ്യിൽ ധാരാളം നിസ്കാരങ്ങളുണ്ട്, നോമ്പുണ്ട്, സകാത്തുണ്ട്, ഹജ്ജുണ്ട്, ധാരാളം ഉംറകളുണ്ട്, ദാനധർമ്മങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. സ്വഹാബ,
പക്ഷെ അയാൾ നാളെ മഹ്ശറിൽ കടന്നു വരുന്നു. അള്ളാഹുവിന്റെ സന്നിധിയിൽ അയാൾ എത്തിച്ചേരുകയാണ്. അയാളുടെ അമലുകൾ കാരണം അല്ലാഹു അയാൾക്ക് സ്വർഗം നിശ്ചയിച്ചിരിക്കുന്നു. സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് അയാൾ. അപ്പോഴാണ് ധാരാളം ആളുകൾ അയാളുടെ ചുറ്റുഭാഗത്ത് ഓടിക്കൂടുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അള്ളാഹുവിനോട് ആളുകൾ വന്നുകൊണ്ട് പറയുന്നു, നീതിമാനായ അല്ലാഹ്, ആദിലായ അല്ലാഹുവേ, ഇയാളോട് എനിക്ക് ബാധ്യതയുണ്ട് റബ്ബേ. ഇയാൾ ഞാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളാണ്. അതുകൊണ്ട് ഇയാളിൽ നിന്ന് എനിക്ക് ലഭിക്കാനുള്ള അവകാശം വാങ്ങിത്തന്നല്ലാതെ അല്ലാഹു അയാളെ നീ സ്വർഗത്തിലേക്ക് അയക്കരുത് റബ്ബേ എന്ന് ആളുകൾ വന്ന് പരാതിപ്പെടുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ പരാതിക്കാർ അയാളുടെ ചുറ്റുഭാഗത്തും കൂടുന്നു. ഖദ് ശതമഹദാ, ഇയാളെ ചീത്ത പറഞ്ഞ ആളാണ്. അതേപോലെ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വഖതാബ ഹാദാ, ഇയാൾ മറ്റേ ആളെ ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്. അവകാശികൾ ഒരുപാട് ആളുകൾ വന്നിരിക്കുന്നു. ഖസബനി ഹാദാ, വേറൊരാൾ വന്നുകൊണ്ട് പറയുന്നത്, അല്ലാഹുവേ, ഇയാൾ എന്റെ സ്വത്ത് പിടിച്ചു പറിച്ചിട്ടുണ്ട്, അയാൾക്ക് അവകാശപ്പെട്ടതല്ലാത്തത് എന്നിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് അയാൾ. പരാതിക്കാർ ചുറ്റുഭാഗത്തും കൂടുന്നു. നീതിമാനായ അല്ലാഹുവിന്റെ തീരുമാനം വരികയാണ്. മലക്കുകളോട്, മലക്കുകളെ, ഇവർക്കൊക്കെ ലഭിക്കാനുള്ള അവകാശം വാങ്ങിക്കൊടുക്കണേ മലക്കുകളെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അങ്ങനെ അതാ ഇയാളുടെ അമലുകൾ എടുത്തുകൊണ്ട് പരാതിക്കാർക്ക് നൽകുകയാണ്. അങ്ങനെ അയാളുടെ അമലുകൾ കഴിഞ്ഞുപോയി. അമലുകൾ കഴിഞ്ഞതിന് ശേഷവും പിന്നീടും പരാതിക്കാർ ബാക്കിയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഈ ആളുകൾ ചെയ്തു പോയ തെറ്റുകൾ എടുത്ത്, അയാൾ ഇവരോട് ചെയ്തിരിക്കുന്ന അതിക്രമത്തിന് പകരമായി തെറ്റുകൾ എടുത്ത് അയാളിൽ വെച്ചു കെട്ടുന്നതാണ്. എന്നിട്ട് അവസാനം സ്വർഗത്തിലേക്ക് പോകാൻ വന്നയാൾ നരകത്തിന് അവകാശിയായി തീരുന്നുവെന്ന് നബിയുനാ റസൂലുള്ളാഹി. മലക്കുകൾ അയാളെ പിടിച്ചു കൊണ്ടുപോയി നരകത്തിലേക്ക് എറിയുകയാണ്. സ്വഹാബാ, അയാളാണ് ലോകത്തെ ഏറ്റവും വലിയ പാപ്പരനെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇയാളാണ് ഏറ്റവും വലിയ മുഫ്ലിസ്. നമ്മൾ ഹജ്ജ് ചെയ്തു എന്നതുകൊണ്ട് രക്ഷപ്പെടില്ല. മൻ ഹജ്ജ വലം യർഫുദ് വലം യഫ്സുഖ്, റഫതോ ഫിസ്കോ ഇല്ലാത്ത ഹജ്ജ്, ആ ഹജ്ജ് ചെയ്യുമ്പോഴാണ് അയാൾ ദോഷത്തിൽ നിന്ന് ഉമ്മപറ്റ മക്കളെ പോലെ സംശുദ്ധനായി വരുന്നത്. അങ്ങനെയുള്ള ഹജ്ജായി നമ്മുടെ ഹജ്ജ് മാറണം. നമ്മൾ ചെയ്യേണ്ടത് ശക്തികളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം തെറ്റുകൾ നമ്മിൽ നിന്ന് വന്നിരിക്കാൻ സാധ്യതയുണ്ടോ ആ തെറ്റുകളെല്ലാം നമ്മൾ പറഞ്ഞു പൊരുത്തപ്പെടിപ്പിക്കണം ഹജ്ജിന് പോകുന്നതിന് മുമ്പായി. നമ്മൾ ഇനി അവിടെയാണ് പണിയെടുക്കേണ്ടത്. ഹജ്ജിന് പോകുന്നതിന് ഇന്നലെ ഞാൻ ഒരാളെ കണ്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഫ്ലൈറ്റിന്റെ ഷെഡ്യൂളൊന്നും വന്നിട്ടില്ലല്ലോ. ഭയങ്കര ബേജാറും പേർക്ക് ഫ്ലൈറ്റിന്റെ ഷെഡ്യൂൾ വരാത്തതുകൊണ്ട്. ആ സമയത്ത് വരും. ഫ്ലൈറ്റിന്റെ കാര്യത്തിലല്ല നമ്മൾ ടെൻഷൻ ആവേണ്ടത്. അല്ലാഹുവേ, എന്റെ ഹജ്ജ് മഖബൂലാകുമോ, ആ കാര്യത്തിലാണ് നമ്മൾ ടെൻഷൻ ആവേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, ജീവിതത്തിൽ നിങ്ങൾ ആരൊക്കെ കാണുകയും പെരുമാറുകയും ക്രയവിക്രയങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ടോ അങ്ങനെയുള്ള മുഴുവൻ ആളുകളെയും നേരിൽ കണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നേരിൽ കണ്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഫോൺ മുഖേന, അല്ലെങ്കിൽ മറ്റേതു രീതിയിലാണോ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നത് ആ രീതിയിൽ ബന്ധപ്പെട്ട് നിങ്ങൾ അവരോട് പൊരുത്തപ്പെടിപ്പിക്കേണ്ടതാണ്. അതിനാണ് ഇനി നിങ്ങൾ സമയം കണ്ടെത്തേണ്ടത്. എന്തുകൊണ്ട്? ഒരാളോട് ബാധ്യത വെച്ചാണ് നമ്മൾ പോയതെങ്കിലും അല്ലാഹു ഹജ്ജ് കബൂൽ ചെയ്യുകയില്ല. അല്ല, മനസ്സിലാക്കണേ. ഒരാളോടാണ് ബാധ്യത വെച്ചാണ് നമ്മൾ പോയതെങ്കിലും ആ ബാധ്യത അയാൾ തീർക്കുന്നവരെ, അയാളോട് തീർക്കുന്നവരെ അയാളുടെ ഹജ്ജിന്റെ സ്വീകാര്യത തടഞ്ഞു വെക്കപ്പെടുന്നതാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളങ്ങനെ കല്യാണത്തിന് വിളിക്കല്, കല്യാണത്തിന് കുടുംബങ്ങൾ ആരും ഒഴിഞ്ഞു പോകാതിരിക്കും. നമ്മൾ എന്താ ചെയ്യാ? ലിസ്റ്റ് തയ്യാറാക്കും. അല്ലെ, ഉമ്മാന്റെ കുടുംബത്തിൽ നിന്ന് ആരൊക്കെ വിളിക്കണം, മൂത്തക്കാരൻ അവരുടെ കുടുംബത്തിൽ നിന്ന് ആരൊക്കെ വിളിക്കണം, എല്ലാം ലിസ്റ്റ് തയ്യാറാക്കും.
എന്നാൽ ലിസ്റ്റ് തയ്യാറാക്കേണ്ടത് ഇതിനാണ്. കല്യാണത്തിന് ഒഴിഞ്ഞു പോയ പ്രശ്നമൊന്നുമില്ല. നമ്മളെ കല്യാണത്തിന് വിളിച്ചിട്ടില്ല, നമ്മൾ കാണിച്ചാൽ അതിലും വലിയൊരു കല്യാണം നമ്മൾ കേൾക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. അവൻ വിളിച്ചിട്ടില്ലെങ്കിൽ അതിന് സൗകര്യമായി, അവിടെ കഴിഞ്ഞല്ലോ. ഇത് ഒഴിഞ്ഞു പോയാൽ ഹജ്ജിന്റെ സ്വീകാര്യതയെ ബാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് മുഴുവൻ ആളുകളെയും നേരിൽ കണ്ട് നിങ്ങൾക്ക് പൊരുത്തപ്പെടിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതാ ഏറ്റവും നല്ലത്. അപ്പൊ നിങ്ങൾ ഇന്നു മുതൽ തന്നെ തുടങ്ങണം. ഹജ്ജിന്റെ ഡേറ്റ് കിട്ടിയിട്ടല്ല യാത്ര ചോദിക്കേണ്ടത്. ഹജ്ജ് യാത്ര ചോദിക്കാന്ന് പറഞ്ഞതിന്റെ അർത്ഥതാ. ചില ആളുകൾ ഹജ്ജ് യാത്ര ചോദിക്കാന്ന് തന്നെ മനസ്സിലാക്കി എന്താ അറിയോ, അമ്മതുട്ടി 28-ാം തീയതി നമ്മളെ ഡേറ്റ്, 27-ന് നമ്മൾ പരിപാടി വെച്ചാണ്, നീ വരേണ്ടിട്ടോ, ഞാൻ ഹജ്ജിന് പോകുന്നുണ്ട്. എന്നിട്ടോ നല്ല നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അതങ്ങനെ തിന്നും. കോയിന്റെ കാലൊക്കെ ഇങ്ങനെ അമ്മതുകുട്ടി വലിച്ച് ഇങ്ങനെ കടിക്കണ സമയത്ത് ഇങ്ങനെ പറയണ്ടേ, അപ്പൊ എന്റെ ഹജ്ജിന്റെ വകയുള്ള നെയ്ച്ചോറ് എനിക്ക് കിട്ടിയല്ലേ, ബിരിയാണി കിട്ടി, ഞാൻ എന്റെ ഹജ്ജും ഞാൻ വാങ്ങൂടാ. കാരണതാ ഓൻ പൊരുത്തം പിടിപ്പിച്ചിട്ടൊന്നുമില്ല. ഓൻ കോയി ഇങ്ങനെ തിന്നുമ്പോ വിചാരിക്കണതാ അൽഹംദുലില്ലാ എന്തൊരു ടേസ്റ്റുള്ള കോയി, ഇനി എന്റെ ഹജ്ജ് കൂടി എനിക്ക് സ്വർഗത്തിൽ കിട്ടുമ്പോ എത്ര ഉഷാറുണ്ടാവും. അതല്ല യാത്ര ചോദിക്കാൻ തന്നെ, ബിരിയാണി കൊടുക്കാനല്ല, പാർട്ടി കൊടുക്കാനല്ല, നേർച്ച കഴിക്കാനല്ല യാത്ര ചോദിക്കുന്നത്. എന്റെ ഉമ്മമാരും ഉപ്പമാരും മനസ്സിലാക്കേണ്ടത് യാത്ര ചോദിക്കാന്ന് പറഞ്ഞതിനർത്ഥം ഏതെല്ലാം ആളുകളുമായി നമ്മൾ ഏതൊക്കെ രീതിയിൽ ബാധ്യതകൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടതൊക്കെ പറഞ്ഞ് പൊരുത്തപ്പിടിപ്പിക്കാനുള്ള അവസരമാണത്. അതാണ് യാത്ര ചോദിക്കുക. അപ്പൊ നിങ്ങൾ ഡേറ്റ് കിട്ടാൻ കാത്തിരിക്കുക ചെയ്യേണ്ട, തന്നെ തുടങ്ങണമല്ലോ, എന്നാലേ പറഞ്ഞു തീർക്കാനും കഴിയൂ. ഹജ്ജിന് പോകുന്നതിന്റെ ഒരാഴ്ച മുമ്പെങ്കിലും നിങ്ങൾ പൊരുത്തപ്പിടിപ്പിക്കാനുള്ളതും പറഞ്ഞു തീർക്കാനുള്ളതൊക്കെയും പറഞ്ഞു തീർത്ത് ഒരാഴ്ച മുമ്പെങ്കിലും ക്ലിയറായി ഒരാഴ്ച നിങ്ങൾ വീട്ടിൽ വിശ്രമിക്കണം. എന്തുകൊണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹജ്ജിനും ഉംറക്കും ആരോഗ്യം നല്ല ആവശ്യമാണ്. എന്തായാലും ഈ യാത്രയിൽ നിങ്ങൾ 2 ദിവസത്തെ ഉറക്കൊഴിയേണ്ടി വരും. 2 ദിവസത്തെ ഉറക്കൊഴിയേണ്ടി വരും. 2 ദിവസം തുടർച്ചയായിട്ട് ഉറക്കൊഴിഞ്ഞാൽ ഉംറ ചെയ്യുമ്പോ നല്ല ഉഷാറുണ്ടാവും അല്ലേ? 2 ദിവസം ഉറക്കൊഴിഞ്ഞാൽ പിന്നെ 3-ാമത്തെ ദിവസം അവന് ഉംറ ചെയ്യാൻ പോകുമ്പോൾ ഓന് തവാഫൊന്നും മനസ്സിലുണ്ടാവില്ല. ഓനിത് എന്തെങ്കിലും ഒന്ന് കഴിഞ്ഞിട്ടിയാൽ മതി എന്നൊന്നും ഓന് മനസ്സിലാവും. അങ്ങനെ ഉണ്ടാവുക. നമ്മൾ ഇവിടുന്ന് ഹജ്ജ് ഉംറ എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര സൗകര്യത്തിൽ പോവാണ്, ഇവിടുന്ന് വലിയ ഇഷ്ടത്തിലും ഇമ്പത്തിലൊക്കെ പോവാ. 1 ദിവസം ഉറക്കൊഴിഞ്ഞാൽ തന്നെയുള്ള കഥ അങ്ങനെ. 2 ദിവസം ഉറക്കൊഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഉണ്ടാവും. ഞമ്മക്ക് തന്നെ അനുഭവമില്ലേ, 3-4 കൊല്ലം മുമ്പാ തവാഫ് ഇങ്ങനെ ചെയ്യാൻ. ഇടക്ക് തവാഫ് കഴിഞ്ഞു, സഅയ് തുടങ്ങി, ഇടക്ക് ഒരാളെ കാണാനില്ല. അപ്പൊ കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു, സാർ എന്നാലിന്നെ ആചാര്യ കാണാനില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, കാണാനില്ല എന്ന് എഴുതിയിട്ട് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, കാത്തിക്കാൻ പറ്റില്ല, സഅയിൽ കാത്തിക്കാൻ പറ്റില്ലല്ലോ, സഅയ് ചെയ്ത് തീർക്കാൻ നമുക്ക്. എന്നിട്ട് നിങ്ങൾ പോയിക്കോളൂ, ഞാൻ ശ്രദ്ധിക്കാന്ന് പറഞ്ഞു. സഅയൊക്കെ കഴിഞ്ഞ് ഓലൊക്കെ വിട്ട് ഞാൻ തെരഞ്ഞ് ഇത്ര തെരഞ്ഞിട്ട് ആളെ കാണില്ല. കുറെ തെരഞ്ഞ് പിന്നെ ഹോട്ടലിലേക്ക് ചെന്ന് നോക്കുമ്പോൾ മൂപ്പര് നല്ല ഉഷാറായിട്ട് നല്ല തുണി ബനിയനൊക്കെ ഇട്ടിട്ട് മൂപ്പര് ഇങ്ങനെ ഹോട്ടലിന് മുമ്പിലേക്കാണ്. ഞാൻ ചോദിച്ചു, നിങ്ങളെ എവിടെയെന്ന്, നിങ്ങളെ കാണാത്തോണ്ടല്ലേ ഇപ്പൊ ഇതുവരെ തെരഞ്ഞ്? അല്ല, ഞാൻ ഓല് പോരുന്നുണ്ടപ്പോ ഞാൻ പോകുന്നതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ തവാഫ് സയ്യൊക്കെ ചെയ്തോ? ഒക്കെ ചെയ്തു. തവാഫ് ചെയ്തു. എന്തൊക്കെ നിങ്ങൾ ചെയ്തെന്ന് വെച്ചാൽ മൂപ്പര് പറഞ്ഞു, ഇങ്ങനെയുള്ളത് ചെയ്ത്. ഇങ്ങനെയുള്ളത് തന്നെതാ തവാഫ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങനെയെന്ന് വെച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, അത് കുറച്ച് ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ ഫുള്ള് ചെയ്തോന്ന് വെച്ചു. ദ്വാരക്കും പക്കങ്ങളുണ്ട്. ഇല്ല പിന്നെ വെച്ചു, ഞാൻ കുറച്ച് ചെയ്തവയ്ക്ക് ഭയങ്കര ഉറക്ക്. എന്നിട്ടോ 2ന്റെ ഇടക്കുള്ള ഈ സഅയ് ചെയ്യുന്ന മസ്അന്റെ ഇടയ്ക്ക് ഒരു ഡിവൈഡർ ഉണ്ട്, അവിടെ പോയി കടന്നുറങ്ങി മൂപ്പര് സുഖമായിട്ട്. അപ്പൊ 2 സഅയ് ചെയ്തിട്ടുള്ളൂ, ബാക്കി മൂപ്പര് ഉറങ്ങിയതാണ്. പിന്നെ മൂപ്പര് പെട്ടെന്ന് നീച്ചു നോക്കുമ്പോൾ ഇവലൊക്കെ കൂടി തിരിച്ചു പോരുന്നതാ കണ്ടത്. മൂപ്പര് ഓലെ കൂടെ പോകുന്നു, മുടിയൊക്കെ കളഞ്ഞിട്ട് ഉഷാറായിട്ട് മൂപ്പര് ഇങ്ങനെ ബാക്കിൽ കയ്യോ കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് എന്താ നിങ്ങളെ, അപ്പൊ ഉറക്ക് ഒഴിഞ്ഞു പോയാൽ ക്ഷീണം വരും. ക്ഷീണം വന്നാൽ പിന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവുകയില്ല. ആദ്യത്തെ ഉംറ എന്നെ ഹജ്ജ് എന്നെ തവാഫ് എന്നെ അങ്ങനെ ആയിപ്പോയാൽ പിന്നെ നമുക്കിത് വീണ്ടെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് യാത്ര പറയാനുള്ള യാത്രകൾ ഹജ്ജിന് പുറപ്പെടുന്നതിന്റെ ഒരാഴ്ച മുമ്പ് തീർത്ത് ഒരാഴ്ച നിങ്ങൾ വീട്ടിൽ നല്ല വിശ്രമിക്കണം, നല്ല ഉറങ്ങണം. ഉറക്കൊഴിക്കാൻ പാടില്ല, ഉറക്കൊഴിച്ച ക്ഷീണം വരും. അപ്പൊ ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്
തെറ്റ് ഒരിക്കലും അള്ളാഹു പൊറത്തു തരാത്ത തെറ്റാണ് ജനങ്ങളുമായി ബന്ധപ്പെട്ട സൃഷ്ടികളുമായി ബന്ധപ്പെട്ട തെറ്റുകൾ. അപ്പൊ മുഴുവൻ ആളുകളുടെയും ലിസ്റ്റ് റെഡിയാക്കിയിട്ട് നേരെ കണ്ട് യാത്ര ചോദിക്കണം, പൊരുത്തപ്പെടിപ്പിക്കണം. അതാ യാത്ര ചോദിക്കണ്ടേ എങ്ങനെ? അമ്മതോ, ഈ കൊല്ലത്തെ ഹജ്ജിന് ഞാൻ കൊടുത്തിട്ട് എനിക്ക് കിട്ടിയാണ്, ഞാൻ പോണ വിവരം നീ അറിഞ്ഞിട്ടുണ്ടാവല്ലോ, ഞാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അവിടെ യാത്ര ചോദിക്കാന്ന് വെച്ച് മനസ്സിലാക്കി. നമ്മൾ ഒരുപാട് കാലം ഒന്നിച്ചു നിന്നതാണ്. എൻ്റെ പെരുമാറ്റത്തിലോ സംസാരത്തിലോ അല്ലെങ്കിൽ നമ്മളുമായുള്ള ഇടപെടലുകളിലോ ഇടപാടുകളിലോ വല്ല നിനക്കിഷ്ടമില്ലാത്ത വല്ലതും എന്നിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ, വാക്കിലോ പ്രവൃത്തിയിലോ പെരുമാറ്റത്തിലോ ഇടപാടുകളിലോ ഇടപഴകലുകളിലോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം എന്നെ പറയണം. അപ്പം ഞാൻ നിന്റെ വീട്ടിൽ വന്നു ഹജ്ജിന് യാത്ര ചോദിക്കാൻ. ഓല് യാത്ര വെച്ച് എങ്ങനെ അറിയാം? ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോൾ യാത്ര വെച്ച് പിന്നെ നമ്മൾ പോണ വിവരങ്ങൾ അറിയല്ലോ, ഒക്കെ ദ്വാരിക്കട്ടോ നമ്മൾ പോവാണ്. അസ്സലാമു അലൈക്കും. നമ്മൾ പോണ വിവരങ്ങൾ അറിയല്ലോ, ഒക്കെ ദ്വാരിക്കണ്ടി നമ്മൾ പോവാണ്. അസ്സലാമു അലൈക്കും. എനിക്കൊന്നുമില്ല കേട്ടോ ഓലോട്, അതല്ല എൻ്റെ രീതി, ഞാൻ എന്നെ പറഞ്ഞു. അപ്പൊ അയാളൊന്നും മിണ്ടുന്നില്ല. ചോദിക്കണം, എന്താ അഹമ്മദ് സാഹിബ് നിങ്ങളൊന്നും മിണ്ടാത്തേ? അല്ല, ചിലത് എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. അതെന്താ അഹമ്മദ് സാഹിബ്? നീ അന്നാ 4 ആൾക്കാരെ ഇടയിൽ തന്നെ ചീത്ത പറഞ്ഞില്ലേ, ഒന്നും മനസ്സിനാട് പോക്കിയിട്ട് പോവില്ല. അപ്പൊ ചോദിക്കണം, അത് പൊരുത്തപ്പെട്ടു തരണം. പൊരുത്തപ്പെടൂല. പൊരുത്തപ്പെടാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? അതിലൊരു പരിഹാരം ഉണ്ടാവുമല്ലോ. അപ്പോഴല്ലോ എന്നെ പൊരുത്തപ്പെടൂല. അതിനെന്താ ഞാൻ ചെയ്യണ്ടേ? എന്നാ നീ എന്നെയും ചീത്ത പറഞ്ഞേക്ക്. അല്ല, അതൊന്നും ഞാൻ ചെയ്യൂല. അവനെ പൊരുത്തപ്പെടും. അല്ലെങ്കിൽ നീ എന്നെ ചീത്ത പറയും, ഞാൻ ചെയ്തു പോയതല്ലേ, അന്ന് വിവരമില്ലാത്തതുകൊണ്ട് ഞാൻ അന്നത്തെ. എന്നാ ഇയാൾ പറഞ്ഞു ഞാൻ പൊരുത്തപ്പെടില്ല, എന്നാ ഞാൻ അന്നത്തെ ആളുകളൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പൊ ബീരാനാജി പിന്നെ എന്താ ആരൊക്കെ അന്ന് ആ സദസ്സിലുണ്ടായ മുഴുവൻ ആൾക്കാരും ഇയാൾ പോയി വിളിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് എവിടെ നിന്ന് ആ സംഭവം ഉണ്ടായി? ആ സംഭവം ഉണ്ടായത് കോഴിക്കോട് ടൗണിലായിരുന്നു, ബസ് സ്റ്റാൻഡിന് മുമ്പെന്ന്. എന്നിട്ട് അവിടെ നിൽക്കുക, ഒലക്ക മുമ്പെന്ന് ഇയാൾ തിരിച്ച് ഇയാളും ചീത്ത പറയാം. പറഞ്ഞ അതേ കണക്കിൽ എന്നാലേ അയാൾ പൊരുത്തപ്പെടുള്ളൂ. എന്നാ അങ്ങനെ പൊരുത്തപ്പെടിപ്പിക്കണം. അതെന്നാ പിന്നെ അങ്ങനെ ഒന്നും പൊരുത്തപ്പെടണമെന്നില്ല, ബാക്കി ഞാൻ അള്ളാന്റെ അടുത്ത് നോക്കിക്കോളാന്നും പറഞ്ഞാൽ പറ്റൂല. അവനാന്റെ കാര്യമാണ്. നമ്മൾ അതാ ഞാൻ പറഞ്ഞ, ഹജ്ജ് എളുപ്പാണെന്ന് ആരെങ്കിലും വിചാരിച്ചോ? കുറച്ച് ബുദ്ധിമുട്ടാണ്. ഹജ്ജ് എളുപ്പമല്ല, ഹജ്ജ് വളരെ പ്രയാസം. നിങ്ങളുടെ പൂർവികന്മാർ സഹിച്ച പോലെയുള്ള ത്യാഗങ്ങളോ പ്രയാസങ്ങളോ സഹിക്കാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പൊ സ്വർഗത്ത് കടക്കണമെങ്കിൽ തന്നെ ത്യാഗം വേണമെന്നാണ് എൻ്റെ അർത്ഥം. ഹജ്ജ് ചെയ്താൽ അള്ളാഹു സ്വർഗം തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതിന് മുമ്പ് ഒരുപാട് വിഷമങ്ങളും ത്യാഗങ്ങളും നമ്മൾ സഹിക്കേണ്ടി വരുമെന്നാണ്. അതിൽ ഒരു ത്യാഗം ഇതന്നെ, ജീവിതത്തിൽ കണ്ട മുഴുവൻ ആളുകളും ചെന്നിട്ട് കണ്ട് നേരിട്ട് പൊരുത്തപ്പെടിപ്പിക്കുക. അപ്പൊ ഉസ്താദേ, ചില ആളുകളൊക്കെ മരിച്ചു പോയിട്ടുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ കഴിയില്ല. ചെയ്യാൻ പറ്റാവുന്ന ആകെ 1-2 കാര്യം. ഒന്ന്, നമ്മളുമായി വാക്കിലോ പ്രവൃത്തിയിലോ ഒക്കെ ബാധ്യതയുള്ള ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്, അയാളുടെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് അയാൾക്ക് ദ്വാരക്ക. ഞാനുള്ള ഖബർ എവിടെയെന്ന് അറിയില്ല, എന്നാലും അയാൾക്ക് വേണ്ടി ദ്വാരക്ക. അയാളുടെ പേരിൽ ഹദിയ ചെയ്യുക, സ്വതക്കകൾ ചെയ്യുക. നമ്മളൊരാളെ പറ്റി ഗൈബത്ത് പറഞ്ഞു പോയിട്ടുണ്ട്, അയാൾ പൊരുത്തപ്പെടിപ്പിക്കുന്നതിന് മുമ്പ് അയാൾ മരിച്ചുപോയി. എന്നാ എന്താ ചെയ്യാ? അയാൾക്ക് വേണ്ടി എപ്പോഴും ദ്വാരക്ക. പഠിച്ചോനെ, ആ ബീരാൻകുട്ടിയാജിക്ക് പുറത്തു കൊടുക്ക റബ്ബേ, നീ മാപ്പ് ചെയ്ത് കൊടുക്കല്ല, ഖബർ സ്വർഗാക്കി കൊടുക്ക റബ്ബേ, ഇങ്ങനൊക്കെ ദ്വാരക്ക. പിന്നെ നാട്ടിലെ പള്ളിപ്പണിയൊക്കെ ഉണ്ട്, ഒരു 50,000 രൂപ ബീരാൻകുട്ടിയാജിന്റെ വക മൂപ്പരുടെ പേരിൽ ഹദിയ ചെയ്തിട്ട് ഇയാൾ കൊടുക്കുക. ബീരാൻകുട്ടിയാജിയുടെ പേരിൽ എഴുതിച്ചിട്ട് മക്കളോട് വാങ്ങി കൊടുക്കാന്നല്ല, അത് നല്ല എളുപ്പാ. അതല്ല, മനസ്സിലായില്ലേ? ബീരാൻകുട്ടിയാജിനെ കുറിച്ച് നമ്മൾ ഗൈബത്ത് പറഞ്ഞു പോയി, മൂപ്പര് മരിച്ചുപോയി, എന്താ ചെയ്യാ? ഒരു 50,000 രൂപ പള്ളിക്ക് എഴുതിയിട്ട് അയാളെ മൂത്തമാരോട് വാങ്ങി കൊടുക്കാന്നല്ല, അത് നല്ല എളുപ്പമുള്ള പണിയാണ്. അയാളുടെ പേരിൽ നമ്മൾ ഹദിയ ചെയ്യുക. മരിച്ചുപോയ ആളുകളോട് അങ്ങനെ വല്ല മാനസിക വെറുപ്പും പ്രയാസം ഉണ്ടായിരുന്ന അവസ്ഥയിൽ മരിച്ചുപോയി, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അയാൾക്ക് തെറ്റ് ചെയ്തു, നമ്മൾ അയാളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു പോയി, പൊരുത്തപ്പെടിപ്പിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയി, എങ്ങനെ അയാളെ സംതൃപ്തനാക്കാൻ കഴിയും? അതിന് വഴിയുള്ളൂ. അങ്ങനെ അയാൾ മഹ്ശറയിൽ നമ്മൾ അയാളുടെ പേരിൽ ചെയ്ത ഹദിയന്റെ കൂലിയൊക്കെ മൂപ്പർക്ക് കിട്ടുമ്പോൾ മൂപ്പര് വിചാരിക്കും,
ഒരു 4 ചീത്തയും കൂടി അദ്രാം കൂട്ടി പറഞ്ഞാലും തിരക്കടില്ല. ഈ ജാതി ബടാ ബടാ സ്വതക്കന്റെ കൂലിയല്ലേ നമ്മളെ ഖബറിലേക്ക് വരുന്നത്. അപ്പൊ ഇവർക്ക് സംതൃപ്തി അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കാന്ന. അങ്ങനെ നമ്മുടെ വിഷയത്തിൽ അള്ളാഹു അയാൾക്ക് വിട്ടുപിടിച്ചയുടെ മനസ്സ് കൊടുക്കാം. അതതിന് വഴിയുള്ളൂ. മുഴുവൻ ആളുകളെയും കണ്ട് യാത്ര ചോദിക്കണം, പൊരുത്തപ്പെടിപ്പിക്കണം. ബാധ്യതയുള്ളവർ മരിച്ചുപോയി സാമ്പത്തിക ബാധ്യതയാണെങ്കിലോ ആ ബാധ്യതകൾ കൊടുത്തു തീർക്കണം, അല്ലെങ്കിൽ പൊരുത്തപ്പെടിപ്പിക്കണം. മരിച്ചുപോയ ആളുമായി സാമ്പത്തിക ബാധ്യതയുണ്ട്, എന്തു ചെയ്യണം? അവരുടെ അനന്തരക്കാരുമായി ബന്ധപ്പെട്ട് ആ ബാധ്യതകൾ തീർക്കേണ്ടതാണ്. മരിച്ചോൻ പോയി, ഓനെ ഞാൻ കൊടുക്കാനുള്ളത്, മക്കൾക്ക് ഞാൻ കൊടുക്കൂല എന്നും പറയാൻ പറ്റില്ല. മരിച്ചാൽ മരണപ്പെട്ട ആരുടെ സ്വത്തിന്റെ അവകാശികൾ മക്കളാണ്, അനന്തരക്കാരാണ്. അവർക്ക് ആ ബാധ്യതകൾ കൊടുത്തു വീട്ടി പൊരുത്തപ്പെടിപ്പിക്കേണ്ടതാണ്. അപ്പൊ സൃഷ്ടികളുമായി ബന്ധപ്പെട്ടതെല്ലാം പറഞ്ഞു തീർക്കണം മുഴുവനും. എല്ലായിടത്തും ഞാൻ പോയിട്ടുണ്ട് സാറേ, ഒരു സ്ഥലത്തേക്ക് എനിക്ക് പോകാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഹാജി ആയിട്ടില്ല എന്നാണ്. അള്ളാഹുവിന്റെ അതിഥിയാകാൻ നിങ്ങൾ പാകപ്പെട്ടിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ മനസ്സ് ഹാജിക്ക് ഉണ്ടാവാനേ പാടില്ല. ഉസ്താദേ, അവരെന്നോട് അന്യായം ചെയ്തതാ, ആയിക്കോട്ടെ, എന്നാലും നിങ്ങൾ പണിങ്ങിക്കാൻ പാടില്ല, നിങ്ങൾ അങ്ങോട്ട് പോകണം. അവരെന്നോട് ചെയ്തതാണ്, ഞാൻ അങ്ങോട്ട് ചെയ്തിട്ടില്ല, പിന്നെ ഞാൻ പോണോ? പോയിക്കൊള്ളണം. പോയി യാത്ര ചോദിക്കണം, നിങ്ങൾ പൊരുത്തപ്പെടിപ്പിക്കണം. നിങ്ങളുടെ ബാധ്യത നിങ്ങൾ തീർത്തിരിക്കേണ്ടതാണ്. ഹാജ് ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അതീവ ഗൗരവമുള്ള കാര്യമാണിത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഉപേക്ഷ വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട. ഒരാളും വിട്ടുപോയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങളോടൊന്ന് പോവാൻ. അതേപോലെ കുടുംബങ്ങളുമായി തെറ്റി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ നന്നാവേണ്ടതാണ്. സാധേ പോണേന്റെ തലേന്ന് നന്നായ പോരെ, അതിന്റെ മുമ്പ് നിങ്ങൾ മരിച്ചുപോയാൽ അയാൾ നരകത്തിലാണ്. സാധേ ഞാൻ അടുത്ത കൊല്ലാണ് ഹജ്ജിന് പോകാൻ തീരുമാനിച്ചത്, ഇപ്പം ഉണ്ടേണ്ടതുണ്ടോ? ഇപ്പോൾ തന്നെ നിങ്ങൾ നന്നാവേണ്ടതാണ്. എന്തുകൊണ്ട്? എപ്പോൾ മരിച്ചുപോയ ഒരാൾ മറ്റൊരാളോട് പിണങ്ങിയ അവസ്ഥയിലാണ് മരിച്ചുപോയതെങ്കിൽ രണ്ടാമതൊരു അപ്പീലില്ലാത്ത വർത്തമാനമാണ് അവർ നരകത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ടാമതൊരു അപ്പീലേ ആ വർത്തമാനത്തിലില്ല, നരകത്തിലാണ്, നരകത്തിലാണ്, നരകത്തിലാണ്. 3 വിഭാഗം ആളുകൾ ചില കുടുംബങ്ങളൊക്കെ ഉണ്ടാവും തെറ്റിക്കണ്, ഹജ്ജിനൊക്കെ പോകുന്നുണ്ട്, പോണം 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 എന്ന് വിചാരിക്കുമ്പോ മറ്റേ ചങ്ങായി വന്ന് പറയും, ആര് നാളെ പോവാ, അങ്ങനെ പോവാ, ഏതായാലും പോണേന്റെ തലേന്ന് എങ്ങനെങ്കിലും കയറി ഇറങ്ങി പോരാ, ഒന്നും ഹാജിക്ക് പറ്റൂല. ഹാജ് റബ്ബിനെ വിചാരിച്ച് മനസ്സംതൃപ്തനായി പോയി പൊരുത്തപ്പെടിപ്പിക്കേണ്ടതാണ്. അങ്ങനെ പോലെ 3 വിഭാഗം ആളുകൾ അവർ നിസ്കരിക്കുന്ന നിസ്കാരം പോലും അവരുടെ തലക്ക് മീതെ ഒരു ചാണകലത്തിലേക്ക് പോലും ഉയർത്തപ്പെടുകയില്ല. ആരാണ് 3 വിഭാഗത്തിലൊരു വിഭാഗം ആളുകൾ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, കുടുംബബന്ധം മുറിച്ചിരിക്കുന്ന ആളുകളാണ്. പുതിയാപ്പിളായിട്ട് തെറ്റി നിൽക്കാൻ, മക്കളുമായിട്ട് പിണങ്ങി നിൽക്കാൻ, കുടുംബവുമായി അകന്നു നിൽക്കുകയാണ്. വാപ്പയുടെ കുടുംബമായി തെറ്റി നിൽക്കുന്നു, ഉമ്മയുടെ കുടുംബമായി തെറ്റി നിൽക്കുന്നു, കാരണവുമാരുമായി പ്രശ്നത്തിലാണ്. ഔസ്താദേ, ഞങ്ങളൊരു കച്ചവടം തുടങ്ങി, അയാൾ അന്യായം ചെയ്തുകൊണ്ടാണ്. ശരിയാണ്, തെറ്റാൻ പാടില്ല. അന്യായം ആരു ചെയ്തു എന്നത് അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹു തീരുമാനിക്കും. ഒന്നുകിൽ ഇവിടുന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കുക, പൊരുത്തപ്പെടില്ല, അത് റബ്ബിന്റെ കോടതിയിൽ അള്ളാഹു തീരുമാനിക്കും. തെറ്റാൻ പാടില്ല, തെറ്റാൻ പാടില്ല. അങ്ങനെയാണ്. പിന്നെ ഹാജിമാര് വിചാരിക്കുക എല്ലാവരും ഇങ്ങോട്ട് പൊരുത്തരാ, അങ്ങോട്ടുള്ളതൊന്നും ഇപ്പൊ പൊരുത്തപ്പെടിപ്പിക്കേണ്ട, അത് ഓൻ പോകുമ്പോ ഓൻ ചോദിക്കട്ടെ എന്ന്. അല്ല, ഹാജിയുടെ മനസ്സ് വിട്ടുവീഴ്ചയുള്ള മനസ്സാവണം, എന്നാലേ അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ളൂ. ഒരാൾ മറ്റൊരാൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ അള്ളാഹു അയാൾക്ക് വിട്ടുവീഴ്ച ചെയ്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ വിട്ടുവീഴ്ച ഏറ്റവും ആവശ്യമുള്ളവരാണ് ഹാജിമാർ. അപ്പൊ ഹാജിമാരും മറ്റുള്ളവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുക. ഹാജിമാരാരാണോ പൊരുത്തപ്പെടിപ്പിക്കാൻ വന്നത് അവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുക. ഒരിക്കൽ എന്നോട് പറഞ്ഞു, സാറേ ഞാൻ വലിയ സന്തോഷത്തിലാണ്. ഞാൻ ചോദിച്ചെന്താ? 10 കൊല്ലമായി ഞാനൊരാളുടെ പ്രശ്നത്തിലേന്നു, അയാൾ പിന്നെ വെയ്ക്ക് വന്നിട്ടില്ല, അയാൾ കൊല്ലം ഹജ്ജിന് കൊടുത്തിട്ടുണ്ട്, എന്തായാലും എൻ്റെ അടുത്ത് വരും.
എന്തായാലും എൻ്റെ അടുത്ത് വരും. എൻ്റെ ചങ്ങായിനോട് അയാൾ പറഞ്ഞിട്ടുണ്ട്, വരുന്ന് പറഞ്ഞിട്ട് വരുമ്പം പിന്നെ മടക്കരുതെന്ന് പറയാനൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ട്. എന്നിട്ട് അയാൾ എന്നോട് പറയാം, ഉസ്താദേ അയാൾ വരും, അപ്പം ഞാൻ 4 വർത്താനം പറയും. അന്നൊന്നും നന്നല്ല. ഒരാൾ മാപ്പ് ചോദിക്കുന്ന സമയത്ത് മാപ്പ് കൊടുക്കാതിരിക്കുക ആകാശത്തിന് ചുവട്ടിൽ ഏറ്റവും നികൃഷ്ട ജീവിയവനാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നല്ല മനസ്സിലാക്കണേ, ഒരാൾ മാപ്പ് തെറ്റു ചെയ്തു പോയ ഒരാൾ വന്ന് മാപ്പ് ചോദിച്ചിട്ട് മാപ്പ് കൊടുക്കാത്തവൻ ഏറ്റവും മോശപ്പെട്ടവനാണ്. അള്ളാന്റെ ഹബീബ് പറഞ്ഞാൽ അറിയോ, ഓൻ ഇങ്ങനെ വിചാരിക്കേണ്ടത്, എന്റെ റബ്ബെനിക്ക് മാപ്പ് ചെയ്തു തരൂല എന്നോ വിചാരിച്ചാൽ മതി, എന്റെ അപ്പുറത്തേക്കൊന്നും വിചാരിക്കണം. വളരെ ഗൗരവത്തിലാണ് ഹദീസുകൾ സംസാരിക്കുന്നത്. ഞാൻ ഒറ്റ വാക്കിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ആര് മാപ്പ് ചോദിച്ചാലും മാപ്പ് കൊടുക്കണം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹ് കണ്ടാൽ കൊന്നുകളയണം എന്ന് പഠിപ്പിച്ച ആളായിരുന്നല്ലോ. ആര്? കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു. ആ കഅബ് വന്നിട്ട് അത്രമാത്രം ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എതിരായിരുന്നു കഅബ്. ആ കഅബ് ഞങ്ങൾ എവിടെ കണ്ടാലും എന്നോട് ചോദിക്കണമെന്നില്ല, ഉടനെ കൊന്നുകളഞ്ഞേക്കെന്ന് പുണ്യ നബി പറഞ്ഞ ഏതാനും ചില വ്യക്തിത്വങ്ങളിൽ ഒരാൾ ആ കഅബ്. ആ കഅബ് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നില്ലേ, മുഖം മൂടി ധരിച്ചിട്ട് വന്നിട്ട് ചോദിച്ചു, നബിയെ അങ്ങ് കൊല്ലാൻ കൽപ്പിച്ച കഅബ് ഉണ്ടല്ലോ, ആ കഅബ് അങ്ങയോട് വന്ന് മാപ്പ് ചോദിച്ചാൽ മാപ്പ് കൊടുക്കുമെന്ന്. ഓ, മാപ്പ് നൽകുമല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് മുഖം മൂടി പിച്ച് ചീന്തിയിട്ട് പറഞ്ഞത്, അന കഅബുൻ യാ ഹബീബായ നബിയെ, ഞാനാണ് ആ കഅബ് യാ റസൂലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. റസൂലുള്ളാഹിന്റെ ഇളയപ്പയായ വഹ്ശിയെ കൊന്നാല, ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നാണല്ലോ വഹ്ശി. റസൂലുള്ളാഹ് കരഞ്ഞു പോയിട്ടുണ്ട് ഉഹദിന്റെ മണ്ണിൽ അല്ലേ. നമ്മള് ചിലര് പറയലൊക്കെ ഇങ്ങനെ, ഓ അതൊന്നും എന്റെ മനസ്സിനാട് പോകൂല, ഓൻ പിന്നെ വന്നപ്പോ പിന്നെ ഞാൻ എങ്ങനെയെന്ന് എഴുതിയിട്ട് അങ്ങനെ പറഞ്ഞതാണ്. അതൊന്നും പിന്നെ പറയാൻ പാടില്ല, ഒന്നും പറയാൻ പാടില്ല. വിട്ട് പുറത്തു കൊടുത്തോ പിന്നെ കാമ വർത്താനില്ല, പുറത്തു. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഇളയപ്പയെ കൊന്നു എന്ന് മാത്രല്ല, ആ രംഗം കണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട്. മദീന മുനവ്വറയിൽ നിങ്ങൾ പോയാൽ, പരിശുദ്ധമായ ഉഹദ് രണഭൂമിയിൽ നിങ്ങൾ പോകണം. നെഞ്ചകം ചാട്ടുളി കൊണ്ട് കുത്തിക്കേറിയിട്ട് കരൽ പുറത്തെടുത്ത് ചവച്ചു തുപ്പിയിട്ടുണ്ട് ഹിന്ദു. ഇല്ലാത്തൊരു രംഗമായിരുന്നു. കണ്ണ് ചുവന്നെടുത്തു, ചെവി മുറിച്ചെടുത്തു, ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ കഷ്ടമാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രംഗം കണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് കരഞ്ഞു പോയത്. ആ കൊലക്ക് കാരണമായ വഹ്ശി അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വന്നല്ലോ. റസൂലുള്ളാഹി പറഞ്ഞു, വഹ്ശി ഞാൻ നിങ്ങൾക്ക് മാപ്പ് നൽകുകയാണ്. വഹ്ശി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ എന്റെ മുമ്പിൽ ഇരിക്കരുത്, നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എന്റെ ഇളയപ്പയെ ഓർമ്മയാവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്റെ കണ്ണിന്റെ കാഴ്ച എത്തുന്ന സ്ഥലത്ത്, എന്റെ നോട്ടം എത്തുന്ന സ്ഥലത്ത് നിങ്ങൾ ഇരിക്കരുത്, മാറിയിരിക്കണേ. റസൂലുള്ളാഹിന്റെ ജീവിതം മുഴുവൻ ആ വേദന ഖൽബിൽ നിന്ന് പിടിതെറിയാൻ റസൂലുള്ളാഹിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ വേദനിപ്പിച്ച വഹ്ശിക്ക് പോലും മാപ്പ് കൊടുത്ത അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു ഒരു മനുഷ്യന്റെ മാന്യതയാണ്. ബാങ്ക് കൊടുക്കണ്ട. ഇറങ്ങണ പള്ളിയുടെ മുമ്പിൽ ഒരു കുളമുണ്ട്. ആ കുളത്തേക്ക് ഇറങ്ങണ സ്റ്റെപ്പിൽ അലി ഇങ്ങനെ മറന്ന് കിടക്കുന്നുണ്ട്. വിളിച്ചു നോക്കുമ്പോ നീക്കുന്നില്ല, മരിച്ചു കിടക്കുക. ഇറങ്ങുമ്പോ എന്തോ ക്ഷീണം തോന്നിയപ്പോ കടന്നതാണ്, മരിച്ചു പോയത്. ആ ഉസ്താദ് പറയണ, ആ നാട്ടിൽ അലിയുടെ മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുത്ത അത്രൊരു ജനം അതിന്റെ മുമ്പ് ഒരു മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തിട്ടില്ല. മാത്രല്ല, ഈ മരിച്ചു കിടക്കുന്ന അലിയുടെ മുഖം അങ്ങനെ പുഞ്ചിരി തൂങ്ങി കിടക്കുക. എന്തേ? തൗബ ചെയ്തില്ല, ചെയ്യാൻ ഒരുങ്ങിയത്. ഞാൻ എങ്ങനെ ഈ രീതിയിൽ എന്റെ റബ്ബിന്റെ അടുത്തേക്ക് തിരിച്ചു പോകുമെന്ന് ഓർത്തിട്ടൊന്ന് കരഞ്ഞതാണ്. എല്ലാരോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഹജ്ജിന് പോകുന്ന തലേ ദിവസമോ അല്ലെങ്കിൽ സൗകര്യപ്പെട്ടൊരു സമയമോ, ആരുമില്ലാതെ അല്ലാഹുവും നിങ്ങളും മാത്രം ഒറ്റക്കുള്ളൊരു സമയം, റബ്ബേ നിന്നെ വിചാരിച്ച അല്ലാഹുവേ ഞാൻ ഇതൊക്കെ ചെയ്തത് നീ എനിക്ക് പുറത്തു തരണേ. ഒറ്റ വാക്കുകൾ പറഞ്ഞാൽ ഈ കൊല്ലത്തെ ഹാജിമാരിൽ അല്ലാഹു ഏറ്റവും ഗൗനിക്കുന്ന കൂട്ടരിൽ വിഭാഗത്തിൽ നിങ്ങൾക്ക് പെടാൻ കഴിയും, നമുക്ക് പെടാൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നല്ലൊരു തൗബ ചെയ്യാം.
അപ്പൊ ജനങ്ങളുമായുള്ളതൊക്കെ നമ്മൾ പൊരുത്തപ്പെടിപ്പിച്ചു. ഇനി അള്ളാഹുമായുള്ള ബാധ്യതകൾ. നിസ്കാരം കുറെ ഒഴിഞ്ഞു പോയിട്ടുണ്ട്, നോമ്പ് കുറെ ഒഴിഞ്ഞു പോയിട്ടുണ്ട്, ഇങ്ങനൊക്കെ കുറെ സകാത്തുകൾ കൊടുക്കാതെ കിടക്കുന്നുണ്ട്. എന്താ ചെയ്യാ? അള്ളാഹുമായി ബന്ധപ്പെട്ടതിനുള്ള തൗബ എന്താണ്? അത് അള്ളാഹു പുറത്തു തന്നേക്കാം, പക്ഷേ നമ്മൾ പരമാവധി അത് ഖലാ വീട്ടണം. അപ്പൊ നിസ്കാരം കുറെ ഒഴിഞ്ഞു പോയിട്ടുണ്ട്, ഖലാ വീട്ടണം. ഇസ്ലാമിക ശരീഅത്ത് പറയൽ എങ്ങനെ അറിയോ? അത് വീട്ടിയിട്ട് വേറെ പണിക്ക് പോകുന്നത്, അങ്ങനെയാണ് നിയമം പറയാ. അങ്ങനെ വീട്ടാൻ പ്രയാസമായി തോന്നുന്നുവെങ്കിൽ വീട്ടിക്കൊണ്ടേ ഇരിക്കുക. ഹജ്ജിന് മുമ്പ് വീട്ടാൻ കഴിയുമെങ്കിൽ വീട്ടിൽ തീർക്കുക, ഇല്ലെങ്കിൽ ഹജ്ജ് കഴിഞ്ഞിട്ടും അത് വീട്ടിയിട്ട് തീർക്കണം. നോമ്പാണോ, എത്ര നോമ്പാണോ നഷ്ടപ്പെട്ടു പോയത്, ആ നോമ്പ് ഖലാ വീട്ടണം. അതാണ് അതിന്റെ തൗബ. ഒരാളെ 50,000 രൂപ കൊടുക്കാണ്ട് 25-ാം തീയതി കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. അയാൾക്ക് 25-ാം തീയതി കൊടുക്കാൻ കഴിഞ്ഞില്ല. 30-ാം തീയതി കണ്ടു. 30-ാം തീയതി കണ്ടപ്പോ ഇയാൾ ചോദിച്ചു, ഏടറുണ്ട് 50,000? അത് ഞാൻ 25-ാം തീയതി തരാന്നല്ല പറഞ്ഞ്. അന്ന് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഇനി തരൂല എന്ന് പറഞ്ഞാൽ എന്താ പറയാ? ഇനി തരൂല പറഞ്ഞാൽ എന്താ പറയാ? അയാളെ കുറിച്ച് നല്ല മനുഷ്യനാ. അയാളോട് പറയൂ, ചങ്ങായി 25-ാം തീയതി തരേണ്ടതെന്നു, അന്ന് നമ്മൾ കണ്ടില്ലെങ്കിൽ തരാൻ പറ്റില്ല, അതുകൊണ്ട് ഇനി വേഗം തരണം എന്നാ പറയാം. അതേപോലെ നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങളുടെ തൗബ, പോയത് പോയി, ഇനി ചോദിക്കാൻ പാടില്ല എന്നല്ല, അത് ഖലാ വീട്ടുക. എന്നിട്ട് റബ്ബിനോട് പുറത്തു തരാൻ ദുആ ചെയ്യുക. നോമ്പും അങ്ങനെ തന്നെയാണ്, സകാത്തും അങ്ങനെ തന്നെയാണ്. നോമ്പ് ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പ് ഖലാ ആയി പോയതാണ്. പിന്നെ നോറ്റ് വീട്ടാനുള്ള ആരോഗ്യാവസ്ഥയുണ്ടായി, എന്നിട്ട് നോറ്റ് വീട്ടിയിട്ടില്ല എങ്കിൽ അങ്ങനെ എത്ര വർഷമാണോ പിന്തിപ്പോയത്, ആ വർഷത്തിനൊക്കെ നമ്മൾ ഓരോ വർഷത്തിനും ഒരു നോമ്പിന് ഓരോ മുദ്ദം എന്ന രീതിയിൽ കൊടുക്കേണ്ടി വരും. അങ്ങനൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നാട്ടിലുള്ള ഉസ്താദുമാരോട് അതിന്റെ മസ്അല ചോദിച്ചു പഠിച്ചു മനസ്സിലാക്കി ആ ബാധ്യതകളൊക്കെ തീർത്തിട്ട് വേണം പോവാൻ. പോണതിന്റെ മുമ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇല്ലെങ്കിൽ പോയി വന്നിട്ട് തീർക്കണം. അതാണ് ഇതിന്റെ തൗബ. അപ്പൊ നമ്മൾ എല്ലാത്തിൽ നിന്നും മുക്തരായ കുഞ്ഞുമക്കളെ പോലെയായി മാറിയിട്ടുണ്ട്. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. എന്നിട്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്ത് റെഡിയായി ഹജ്ജിനായി ഒരുങ്ങുക. അപ്പൊ നമ്മൾ പറഞ്ഞത് ഹജ്ജിന് മുമ്പ് ഹജ്ജ് മബ്റൂറാവാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാ പറഞ്ഞത്. ആരെങ്കിലും ഈ സദസ്സിൽ കുടുംബമായിട്ട് പിണങ്ങ് നിൽക്കുന്നവരുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം നിങ്ങളെ പിരിച്ചു വിടുന്നത്. ഇത്ര നേരത്തെ വിടുന്നത് എന്തിനാ വെച്ചാൽ, ആരെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ പോണ പോക്കിൽ എന്റെ വണ്ടി അങ്ങോട്ട് തിരിച്ചു വിടണം. ആ ഉസ്താദെ, ഞാൻ അടുത്ത ആഴ്ച പോകാൻ തീരുമാനിച്ചിട്ടുണ്ടോ, അടുത്ത ആഴ്ച പോകാനുള്ള ആയുസുണ്ടോ എന്ന് അറിയൂല. ആരെങ്കിലും പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ ഈ പോണ പോക്കിൽ നിങ്ങൾ വണ്ടി നേരെ അങ്ങോട്ട് തിരിച്ചുവിടണം. അള്ളാഹുവിനെ വിചാരിച്ച് നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോകണം. അസ്സലാമു അലൈക്കും എന്ന സലാം ചൊല്ലി നിങ്ങൾ ബന്ധം വിളക്കി ചേർക്കേണ്ടതാണ്. അവരെന്നോട് അന്യായം ചെയ്തവരാണ്, ആയിക്കോട്ടെ. ഖൈറുകും മൻ ബദഅ ബിസ്സലാം. ഉസ്താദേ, ഞാൻ ആദ്യം അങ്ങോട്ട് പോയി ഉണ്ടിയാലിന്റെ കുടുംബക്കാരനെ കുറ്റപ്പെടുത്തും, ആയിക്കോട്ടെ. ഞാൻ ഈ ഇടയായി ഒരാളോട് മറ്റൊരാളുമായുള്ള ബന്ധം നന്നാവാൻ പറഞ്ഞപ്പോ അയാൾ പറഞ്ഞത് കേട്ടത്, എനിക്ക് വേറെ ചില ആൾക്കാരോട് ചോദിക്കാനുണ്ട്. അവനവന്റെ ഖബറിൽ കിടക്കാൻ മറ്റാളുകൾ ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അയാൾ പറയണത്ര, എനിക്ക് വേറെ ആൾക്കാരോട് ചോദിക്കാണ്ട്, അയാൾ ഒരാളും നന്നാവാൻ വേറെ ആൾക്ക് എന്തിനാ മൂന്നാമതൊരു കക്ഷിക്ക്? അതിൽ എന്തവകാശം? അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്താണ്, അവനവന്റെ ഖബറിൽ അവനവൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഹജ്ജ് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്നതാണോ? നാളെ ഈ സദസ്സിലേക്ക് വരുമ്പോ തെറ്റി നിൽക്കുന്ന ആരും ഒരു ഹാജിയും ഈ സദസ്സിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ട്, ഒരു നാളെ ഈ ക്ലാസ്സിൽ വരുന്നേ ചെയ്യണ്ട. നാളെ അവസാനം ദുആ ഉള്ളതാണ്. ഒരു ഈ സദസ്സിൽ നിന്ന് ദുആക്ക് ഉത്തരം കിട്ടൂല. ഇന്നങ്ങൾ പോയി നന്നാവണം. അത്ര വിദൂരത്താണോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് നന്നാവണം. ബന്ധം വിളക്കി ചേർത്ത് വേണം നാളെ ഈ സദസ്സിലേക്ക് വരാൻ. നാളെ നമുക്ക് അവസാനം യാസീൻ ഓതി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് വേണം നമുക്ക് എഴുന്നേറ്റ് പോകാൻ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നാളെ വൈകുന്നേരം നമ്മുടെ ക്ലാസിന്റെ സമാപനം നടക്കുന്നതാണ്. ഇനി ശ്രദ്ധിക്കുക, ഇപ്പൊ ഹജ്ജിന് മുമ്പ് ഹജ്ജ് മബ്റൂറാവാൻ എന്തൊക്കെ കാര്യം നമ്മൾ ചെയ്യണം എന്നാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഇനി നാളെ 9 മണിക്ക് ക്ലാസ് തുടങ്ങും. 9 to 10 വരെ ഹജ്ജിന്റെ യാത്ര ഒരുക്കങ്ങൾ, യാത്രയുടെ അമലുകൾ, ഇതാണ് നമ്മൾ പറയാം. ഹജ്ജിന് ഭൗതികമായി നിങ്ങൾ ഒരുക്കേണ്ട സാധനങ്ങൾ, ഹജ്ജിന്റെ യാത്ര 9 to 10, 10 to 11, 10 മുതൽ 11:30 വരെ നമ്മൾ ഉംറ പറയും. 1.5 മണിക്കൂർ ഉംറ പറയും. 10 മണി മുതൽ 11 വരെ ഉംറ എന്ന കർമ്മമാണ് പറയാം. 11:30 മുതൽ അല്ലെങ്കിൽ 12 മണി ഉംറ, ചിലപ്പോൾ കുറച്ച് നിന്നിട്ട് പോയാൽ ഒരു 10:30, 12 മണി വരെ ഉംറ നമ്മൾ പറയും.
ഉംറ കഴിഞ്ഞാൽ 12, 1:30, 2 മണി വരെ നമ്മൾ ഹജ്ജ് പറയും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം നാളെ മദീന സിയാറയും നമ്മൾ പറയും. മദീന സിയാറ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ക്ലാസ് അവസാനിക്കുക. ഇൻഷാ അല്ലാഹ് കുത്തിവെപ്പ് മറ്റു കാര്യങ്ങൾ എല്ലാം സംബന്ധമായുള്ള നിർദ്ദേശങ്ങളും നാളെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതൊക്കെ നിങ്ങളോട് പറഞ്ഞ് ഒരു ഏകദേശം കർമ്മങ്ങൾ ബന്ധപ്പെടുത്തിയുള്ള ഒരു ക്ലാസ് ആയിരിക്കും ഈ 2 കോഴ്സ് കൊണ്ട് നമ്മൾ തീർക്കുക. എനിക്ക് ഓർമ്മ ഉണ്ടായില്ല, സംഘാടകർ ഓർമ്മപ്പെടുത്തുകയും ചെയ്തില്ല. ശരിക്കൊരു 3 ദിവസം പറയണത്. 2 ദിവസം കർമ്മവും 3-ാമത്തെ ദിവസം ഇതിലെ മർമ്മം പറയണം. കഴിഞ്ഞാലും പറഞ്ഞത് ഇവര് ഓർമ്മയാക്കിയില്ല, എനിക്ക് ഓർമ്മ ഉണ്ടായില്ല. മർമ്മം എന്ന് പറഞ്ഞാൽ തരങ്ങളെ ഈ കർമ്മങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് ഇതിലെ മർമ്മം. സത്യത്തിൽ കർമ്മം പറഞ്ഞു പോവാന്നല്ലാതെ മർമ്മം പലരും പറയാറില്ല. മർമ്മമാണ് പ്രധാനം. മർമ്മമാണ് പ്രധാനം. ഓരോ കർമ്മത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുണ്ടായാലേ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഞാനും പോയി ഹജ്ജ് ചെയ്ത് പോകുന്നു എന്ന് പറഞ്ഞു പോകുന്നു എന്നല്ലാതെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ ഇതിന്റെ ഉള്ളിലുള്ള ആത്മീയമായ ആന്തരികമായ കാര്യങ്ങൾ കൂടെ പറയാൻ കഴിയണം. പക്ഷേ നാളെ നമുക്ക് ഇതിന് സമയം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് ഈ വർഷം നമ്മൾ നാളെ കർമ്മങ്ങൾ ഒതുങ്ങിയുള്ള ക്ലാസ്സാണ് ഉണ്ടാവുക. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം 2 ദിവസമുള്ളത് 3 ദിവസമാക്കാൻ കഴിയുമോ എന്ന്, അല്ലെങ്കിൽ ഇടപെട്ട ദിവസങ്ങളിലാക്കിയിട്ടെങ്കിലും ഒരു 3 ദിവസത്തെ ക്ലാസ് സംഘടിപ്പിക്കാൻ കഴിയുമോ എന്ന് ഇൻഷാ അല്ലാഹ് ആലോചിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പൊ എല്ലാവരും ചായ കുടിച്ചോ? ഉസ്മാനാജി എല്ലാവരും കുടിച്ചോ ചായ? ഹാജിമാരൊക്കെ ചായ കുടിച്ചോ? ഫൈറോ സ്ത്രീകൾക്കാ ആണുങ്ങൾക്കാ? സ്ത്രീകൾക്കൊക്കെ കൊടുത്തോ? അമ്മമാർക്കൊക്കെ കൊടുത്തു. ഓൽക്കാണ് മുൻഗണന അല്ലേ? അത് ഹജ്ജിന് പോയതൊക്കെ അങ്ങനെ കാണാം. ഓൽക്ക് എല്ലാത്തിനും കാണാം മുൻഗണന. ഹജ്ജിന് ഞാൻ പോയപ്പോഴോ ശ്രദ്ധിച്ചു നോക്കില്ല, അപ്പോഴൊക്കെ കാണാം. സാധാരണ നാട്ടിൽ നിന്ന് ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കല്ല അല്ലേ? നമ്മൾ കാണുന്ന സാധാരണ. എന്നാ മക്കത്തി എന്നാൽ എന്താ പറയുക, നിങ്ങള് ഭർത്താവ് ഭാര്യക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കണ കാണാം. എന്തേ അങ്ങനെ കൊടുത്തൂടെ? നമ്മജി കൊടുക്കാം, അങ്ങനെ കൊടുക്കണം. ഓലെ നമ്മൾ നല്ലപോലെ പരിഗണിക്കണം. നമ്മുടെ ഭാഗമാണവർ. ഭാര്യമാർ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടേണ്ടവൾ എന്നല്ലേ? ഇണാതുണ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഭാര്യ ഭർത്താവ് എന്നുള്ളത് മലയാളത്തിന്റെ പ്രയോഗം. സൗജൈൻ ഇത്നൈൻ എന്നാണ് ഖുർആന്റെ പ്രയോഗം. ഇണയും തുണയും. അള്ളാഹു സ്നേഹസമ്പന്നമായ ജീവിതം നമുക്കിടയിൽ പ്രദാനം ചെയ്യട്ടെ. നാളെ യാത്രയുടെ ഒരുക്കങ്ങൾ, യാത്രയിലെ കർമ്മം. ഒരു 1.5-2 മണിക്കൂറിനിടയിൽ ഉംറ. ഇവിടെ കാബ പോയോ? വെള്ളത്തിൽ ഒഴിച്ചു പോയോ? അല്ലല്ലേ, ഭയങ്കരമായി അല്ലേ? കാബ ഇവിടെ ഉണ്ട്. നാളെ നിങ്ങൾക്ക് ഉംറ ചെയ്തു കാണിച്ചു തരും. സഫാ മർവ ഇവിടെ ഇല്ല, പക്ഷെ എന്നാലും നമ്മൾ ഏകദേശമൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നാളെ ഉംറ, തവാഫ്, സഈ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടുള്ള ക്ലാസ് ആയിരിക്കും നാളെ ഉണ്ടാവുക. പിന്നെ ഹജ്ജ് പറയും, ഉച്ചയ്ക്ക് ശേഷം സിയാറയും പറയും. നാളത്തോടു കൂടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് 2016 പാറക്കടവിലെ ഹജ്ജ് ക്ലാസ് നാളെ വൈകുന്നേരത്തോടു കൂടെ സമാപിക്കും. നാളെ അവസാനം നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ സൂറത്തു യാസീൻ ഓതി നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ദുആ ഈ സദസ്സിൽ വെച്ച് ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. വേലത്ത് കുത്തേറ്റ് മരിച്ച SKSF-ന്റെ സജീവ പ്രവർത്തകൻ നസീറുദ്ദീന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അതേപോലെ എൻ്റെ ഹാജിമാരോട് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം തരങ്ങൾ, നമ്മുടെ സമുദായം ഭിന്നിച്ച് പോവാം. ഇതിനെന്തൊരു പരിഹാരം എന്ന് നമ്മുടെ ഉമ്മത്ത് വളരെ ശക്തമായി ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. നമ്മളെ ഖൗമിന് തിരിഞ്ഞിട്ടില്ല. നമ്മുടെ ശത്രുക്കൾ നമ്മെ വലയം ചെയ്ത് അകത്താക്കിയിട്ടുണ്ട് എന്ന കാര്യം തിരിഞ്ഞിട്ടില്ല നമ്മളെ ഖൗമിന്. ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ കണ്ടില്ല ഞങ്ങളിപ്പോൾ IS ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞത്. സത്യത്തിൽ അത് ജൂതന്മാരുടെ സൃഷ്ടിയാണ്. അവർ ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ ഇസ്രായേലിന്റെ സീലുണ്ട് എന്ന റിപ്പോർട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിന്റെ ബദ്ധവൈരികളാണ് ഇസ്ലാമിന് വേണ്ടി വിഭാഗത്തുണ്ടാക്കുന്നത്. അപ്പോൾ ലക്ഷ്യം എന്താ? ഇസ്ലാമിന്റെ മുഖം വികൃതമാക്കുക എന്നുള്ളതാണ്. പടച്ച റബ്ബ് ഉമ്മത്തിനെ എല്ലാ നാശത്തിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. വളരെ വേദനാജനകമാണ് ഈ കൊലപാതകം. ഞാൻ ഇത് നാട്ടിലെത്തിയതിന് ശേഷമാണ് അറിഞ്ഞത്. വളരെ വേദനാജനകമാണ്. മനസ്സിലായില്ലേ? നമ്മളിപ്പോ ഇങ്ങനെ അവസ്ഥയിൽ പോയാൽ എന്താവെന്ന് വെച്ചാൽ മാർക്സിസ്റ്റും BJP ഒക്കെ ഉള്ള മാതിരിയുള്ള കൊലപാതകം മുസ്ലിങ്ങൾക്കിടയിലും സജീവമായി നടക്കുമെന്നുള്ള ഭയത്തിലാണ് നമ്മൾ ഉള്ളത്. മുസ്ലിം ഉമ്മത്തിനോട് ചിന്തിക്കണേ എന്ന് മാത്രം പറയാം. മുസ്ലിം ഉമ്മത്തിനോട് പറയാണ്, നിങ്ങൾ ചിന്തിക്കണേ എന്ന് മാത്രം പറയൂ. ചിന്തിക്കണേ എന്ന് മാത്രം പറയുകയാണ്. ഇത്ര വേദന കൊണ്ട് അതേ പറയാൻ കഴിയുന്നുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമുർ റഹീമീനായ റബ്ബ് ആ കുടുംബത്തിന് അല്ലാഹു സമാധാനം നൽകട്ടെ.
നസീറുദ്ദീൻ എന്ന് പറയുന്ന സഹോദരൻ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, ഖബറിടം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അതേപോലെ നമ്മുടെ മമ്മിക്കയുടെ, നമ്മുടെ സംസുൽമ ഇസ്ലാമിക് സെന്ററിന്റെ ഒരു സജീവ പ്രവർത്തകനും ഭാരവാഹിയുമാണ്. മമ്മിക്കയുടെ മകൾ ഗർഭിണിയാണ്, ഓപ്പറേഷന് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിട്ടുണ്ട് എന്നറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസവം എളുപ്പമാക്കി കൊടുക്കട്ടെ. റബ്ബേ, പ്രസവിച്ചോ? പ്രസവിച്ചോ? ഓപ്പറേഷൻ കഴിഞ്ഞോ? ഓപ്പറേഷൻ ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യ, കുട്ടിക്ക് എന്താ പ്രശ്നം ഉണ്ടോ? ഒന്നും അറിഞ്ഞിട്ടില്ല, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ചിലപ്പോൾ പറയലാണ്, മനസ്സിലായില്ലേ? വലിയ ഒരു മേഖലയും വിശ്വസിക്കാൻ കഴിയാതായി പോയിട്ടുണ്ട്. വിശ്വസ്തത നഷ്ടപ്പെടുക എന്നുള്ളത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. വിശ്വസ്തത നഷ്ടപ്പെട്ടു പോവുക. ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചാൽ പോലും നമുക്ക് വിശ്വാസമില്ല, ഡോക്ടർ പറഞ്ഞത് ശരിയാണ്, സംശയമാണ്. നിങ്ങളെ നാടിൻ്റെ അടുത്ത് തന്നെയല്ലേ ഒരു സുഹൃത്ത് വിളിച്ചിട്ട്, ഞാൻ എൻ്റെ കുടുംബക്കാരൊരു സാധനം തരും, അത് കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുപോയി നോക്കണ സമയത്ത് വഴിയിൽ വെച്ച് തുറന്നു നോക്കിയപ്പോൾ കഞ്ചാവായിരുന്നു. നിങ്ങൾ ഇവിടെ അടുത്തല്ലേ അല്ലേ? ഇവിടെ അടുത്താണ്. സുഹൃത്തിനെ വിശ്വസിക്കാൻ നിർവാഹമില്ല, നേതാവിന് അനുയായി വിശ്വാസമില്ല, അനുയായിക്ക് നേതാവിന് വിശ്വാസമില്ല, ഭാര്യയ്ക്ക് ഭർത്താവിന് വിശ്വാസമില്ല, ഭർത്താവിന് ഭാര്യയും വിശ്വാസമില്ല. എന്താ? അയാൾ ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്തിട്ട് വീട്ടിൻ്റെ പുറത്ത് കൂടുന്നത് ഞാൻ കാണുന്നുണ്ട്. ഓള് പറയാം, ഭാര്യനോട് ചോദിച്ചപ്പോൾ ഭാര്യനെ ചോദിക്കാൻ എന്നിട്ട് എന്തിനായി ഫോൺ വരുമ്പോൾ പുറത്ത് കൂടുന്നത്, ഞാൻ കേൾക്കാൻ പറ്റാത്ത എന്താ പാക്ക് പറയാൻ പറ്റണ്ടേ? അയാൾ പറയേണ്ടത് എന്താ എനിക്ക് കേൾക്കാൻ പറ്റാത്തത്? ഭാര്യന്റെ ചോദ്യമാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെ വിശ്വാസമില്ല, വിശ്വസ്തതയില്ലാതായി പോവാം. ഖിയാമത്ത് അടുത്തെത്തി എന്നുള്ളതിന്റെ അടയാളാണ്. പടച്ച റബ്ബ് പരസ്പരമുള്ള വിശ്വാസം അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. അമ്മിക്കായുടെ മകൾ പ്രസവിച്ചിട്ടുണ്ട്. അല്ലാഹു ആ കുട്ടിയെ സ്വാലിഹായ കുട്ടിയാക്കി കൊടുക്കുമാറാകട്ടെ. കുടുംബത്തിന് കൺകുളിർമയേകുന്ന കുട്ടിയാക്കി അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. അതേപോലെ നമ്മുടെ നാട്ടിലുള്ളൊരു സഹോദരൻ അബൂബക്കർ എന്ന് പറയുന്ന സഹോദരൻ, അവരുടെ മാതാവ് വളരെ വളരെ വിഷമകരമായ ഒരു രോഗത്തിലാണ്, അവസ്ഥയിലാണ് ആ സഹോദരന്റെ മാതാവുള്ളത്. ഇന്ന് രാവിലെ സ്കാനിങ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞത് സ്കാൻ ചെയ്തിട്ട് പറയാനാണ്. മാതാവിന് ഗ്ലൂക്കോസും ബ്ലഡും കയറ്റിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണുള്ളത്. അർഹമുർറാഹിമീനായ റബ്ബ് സഹോദരിക്ക് ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ, ക്ഷീണം അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. ഏത് രോഗമാണോ അവർ ഭയപ്പെടുന്നത് ആ രോഗം അല്ലാതെയാക്കി കൊടുക്കട്ടെ. ക്യാൻസർ എന്ന മഹാരോഗത്തിൽ നിന്ന് അവരെയും ഞങ്ങളെയും നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. നിസ്കാരത്തിൽ ഔറത്ത് വെളിവായി പോവുകയും പെട്ടെന്ന് തന്നെ അത് മറക്കുകയും ചെയ്താൽ ആ നിസ്കാരം മാറ്റി നിസ്കരിക്കണോ? ഔറത്ത് വെളിവായി തന്നാൽ കാറ്റിനോ മറ്റോ ഔറത്ത് വെളിവായി പോയി. ഔറത്ത് എന്നുള്ളത് നിസ്കാരത്തിന്റെ ഷർത്താണ്. ഔറത്ത് വെളിവായാൽ ഷർത്തില്ലാതായാൽ നമസ്കാരം ഉണ്ടാവില്ല, മാറ്റി. അവിചാരിതമായി സംഭവിച്ചുപോയി. അവിചാരിതമായി സംഭവിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? ഫാന് അങ്ങനെ വസ്ത്രം നീങ്ങിപ്പോകുന്ന രീതിയിലുള്ള ഒരു കാറ്റാണെങ്കിൽ ഫാൻ ഇടരുത്. അല്ലാതെ കാറ്റടിച്ചു, അത് അവിചാരിതാണ്. കാറ്റ് അടിച്ചു, ഒരാളിങ്ങനെ തണയിൽ നിസ്കരിക്കുക, നല്ലൊരു കൊടുങ്കാറ്റടിച്ചു, അത് അവിചാരിതാണ്. മറ്റേതോ അത്ര ശക്തമോ ഫാൻ ഇടുകയാണെങ്കിൽ അതിന്റെ സ്പീഡൊന്ന് കുറക്കുക. അല്ലെങ്കിൽ ഇയാൾ പെട്ടെന്ന് വസ്ത്രം ചെറുതായിരുന്നു, ആ വസ്ത്രം അയാൾക്ക് ധരിക്കുന്നത് അല്ലെങ്കിൽ അയാൾക്കുള്ള വസ്ത്രം അതാണ്, അയാൾ പെട്ടെന്ന് കുനിയുന്ന സമയത്ത് എന്തായി പോയി? കാല് കുടുങ്ങിപ്പോയി. കാല് കുടുങ്ങിയിട്ട് അയാൾക്ക് എന്തായില്ല, പെട്ടെന്ന് കുനിയാൻ പറ്റില്ല. അപ്പം വസ്ത്രം നീക്കിയപ്പോ എന്തായി? അല്പമൊന്ന് അകന്നുപോയി. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണെങ്കിൽ ആ അവസ്ഥയിൽ അയാൾ പെട്ടെന്ന് ഔറത്ത് മറച്ചു, എന്നാൽ ആ നിസ്കാരം മാറ്റി നിസ്കരിക്കേണ്ടതില്ല. തവാഫിൽ ഭർത്താവിനെ തൊട്ടാൽ വുദു മുറിയുമോ? മുറിയും. തൊട്ടാൽ മുറിയും. തൊടപ്പെട്ടാൽ അല്ലാത്ത സമയത്ത് മുറിയോ? എന്നാ തവാഫിൽ മുറിയും. മസല അങ്ങനെയാണ്. തവാഫിലല്ലാതെ തൊട്ടാൽ മുറിയോ? അപ്പൊ തവാഫ് തൊട്ടാലോ? മുറിയും. തൊടപ്പെട്ടാലോ? മുറിയില്ല. തൊടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? തൊട്ടു പോവാ, അപ്പൊ മുറിയില്ല. ഈ വിഷയത്തിൽ
ഭാര്യ ഭർത്താവിനെ തൊട്ടാൽ വുളു മുറിയുമോ മുറിയുകയില്ലേ? ആ വിഷയത്തിൽ പണ്ഡിതന്മാർ രണ്ടു പക്ഷക്കാരാണ്. ഞാൻ ഒരിക്കൽ ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ ഒരാളിനോട് ചോദിച്ചു, രണ്ട് ദീനെന്നല്ലേ? ദീനൊന്നാണ്. ഇഖ്തിലാഫു എന്നോട് അയാൾ ചോദിച്ചാൽ അങ്ങനെ, അത് ഏതെങ്കിലും ഒന്നല്ലേ ശരിയാവും? അങ്ങനല്ല, രണ്ടും ശരിയാവും. അങ്ങനെ ഉണ്ട്. അത് ഇന്നത്തെ മാഷന്മാരോട് ചോദിച്ചാൽ തിരി. കുട്ടികൾ ചെറിയ ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ എന്തെഴുതിയാലും ശരി. അങ്ങനെയാണ് ഇന്നത്തെ, അല്ലേ? പണ്ട് അങ്ങനെയാണ്. ഇന്നത്തെ മാഷന്മാരോട് ചോദിച്ചാൽ അത് ശരിയാണ്. പണ്ഡിതന്മാർ രണ്ടു പക്ഷക്കാരാണ്. ഒരു പക്ഷം പണ്ഡിതന്മാർ പറഞ്ഞത് എന്താ അറിയോ? ഷാഫി മദ്ഹബിലെ പ്രബലാഭിപ്രായം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, അതായത് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, മഹറമല്ലാത്തവർ തമ്മിൽ തൊട്ടാൽ വുളു മുറിയും എന്നാണ്. മഹറം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയില്ല, നിങ്ങൾക്ക് മനസ്സിലാനുള്ള ഭാഷയിൽ പറയണാണ്. തൊട്ടാൽ വുളു മുറിയാത്തവരെ നമ്മൾ പറയില്ല സാധാരണ. അവരല്ലാത്തവർ തമ്മിൽ തൊട്ടാൽ വുളു മുറിയുന്നു. അപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിൽ തൊട്ടാൽ വുളു മുറിയും. അതിന് കുറെ കാരണങ്ങളൊക്കെ പോലും പറയുന്നുണ്ട്. കാരണം മഹറമല്ലാത്ത ഒരാൾ തമ്മിൽ സ്പർശനമുണ്ടാകുമ്പോൾ അവിടെ വൈകാരികമായ ഒരു ചിന്ത ഉണ്ടാവാനുള്ള സാധ്യത കുറെ വിഷയങ്ങൾ തുഹ്ഫ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണ് മുറിയാൻ കാരണം എന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തൊട്ടാലോ വുളു മുറിയും എന്നതാണ് ഷാഫി മദ്ഹബിലെ പ്രബലാഭിപ്രായം. എന്താ തെളിവ്? ഖുർആനാണ് തെളിവ്. വുളു എടുക്കേണ്ട വിഭാഗത്തെ എണ്ണിപ്പറയുന്ന സ്ഥലത്ത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്ത്രീകളെ തൊട്ടാൽ വുളു ചെയ്യണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതാണ് അതിന്റെ തെളിവ്. അപ്പൊ നിങ്ങൾ സ്ത്രീകളെ തൊട്ടാൽ വുളു ചെയ്യണം. ആരെ? മഹ്റമല്ലാത്ത സ്ത്രീകളെ. ഭാര്യ മഹ്റമാണോ? അല്ല. അപ്പൊ ഭാര്യയെ തൊട്ടാൽ വുളു മുറിയും. ഖുർആനാണ് തെളിവ്. അബൂ സഅദ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി വുളു ചെയ്തതിന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ചുംബിച്ചു. പുണ്യ നബി വുളു എടുത്തില്ല. അങ്ങനെ ഒരു ഹദീസില്ലേ? ഹദീസുണ്ട്. അപ്പൊ ഇത് അതിനെതിരല്ലേ? എതിരല്ല. ആയിഷ ബീവിയെ റസൂലുള്ളാഹി ചുംബിച്ചു എന്നേ പറഞ്ഞിട്ടുള്ളൂ, ചുംബിച്ചു എന്നേ പറഞ്ഞുള്ളൂ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി ചുംബിച്ചു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ എന്താക്കിന്നാ പറയാ? നിങ്ങൾ ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ ഞാൻ എന്തു ചെയ്തു എന്നാ പറയാ? ചുംബിച്ചു എന്നല്ലേ? ചുംബിച്ചു. അതേമാതിരി ചുംബിച്ചു. പക്ഷെ ഞാൻ ചുംബിച്ചത് ജുബ്ബന്റെ മേലെയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതേപോലെ റസൂലുള്ളാഹി ചുംബിച്ചത് വസ്ത്രത്തിന് മുകളിലാണ്. ആ ഹദീസിൽ ചുംബിച്ചു എന്നേ പറഞ്ഞിട്ടുള്ളൂ, വസ്ത്രം ഉണ്ടോ ഇല്ലെന്നും പറഞ്ഞില്ല. അപ്പൊ നേരത്തെ പെണ്ണിനെ തൊട്ട വുളു മുറിയണമെന്ന് ഖുർആൻ പറഞ്ഞു. ഖുർആൻ പറഞ്ഞതിനെതിരെ ആര് ചെയ്യൂല? നിങ്ങൾ മിണ്ടുന്നില്ല. ആര് ചെയ്യൂല? റസൂലുള്ളാഹി ചെയ്യൂല. അപ്പൊ പിന്നെ റസൂലുള്ളാഹി ചുംബിച്ചു എന്ന് പറഞ്ഞാൽ അപ്പൊ അവിടുന്ന് മനസ്സിലാക്കണം അവിടെ വസ്ത്രമുണ്ട് എന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഖുർആനും ഹദീസും തമ്മിൽ എതിരായി എന്ന് വരും. അല്ലെങ്കിൽ പിന്നെ ഏടമുറുക്ക് പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ പോവും. പിന്നെ അല്ലാഹു നഊദു ബില്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. അബൂ സഅദ് പിന്നെ അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞതോ അതും ശരിയാണ്. എന്താ വുളു പറഞ്ഞേ? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തൊട്ടാൽ വുളു മുറിയുകയില്ല. എന്തുകൊണ്ട്? ഹദീസാണ് തെളിവ്. എന്താ തെളിവ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വുളു ചെയ്തതിന് ശേഷം ആയിഷ ബിവിയെ ചുംബിച്ചു. റസൂലുള്ളാഹി വുളു എടുത്തിട്ടില്ല. അബൂ സഅദ് അപ്പൊ പിന്നെ ഈ ആയത്തോ? ആയത്തുകൾക്ക് എതിരല്ലേ? എതിരല്ല. ഓൽ ആയത്തിന് അർത്ഥം പറഞ്ഞ എന്താ? അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞത് ഔലാമസ്തുമുൻ നിസാ എന്നാൽ പെണ്ണുങ്ങളെ തൊട്ടാൽ എന്നല്ല, ഭാര്യയെ തൊട്ടാൽ എന്നല്ല. ലാമസ്തുമുൻ നിസാ എന്നാൽ വലിയ തൊടൽ തൊട്ടാൽ എന്നാണ്. തിരിഞ്ഞില്ല. നിങ്ങൾ അറിയാത്ത മാതിരി കാണിക്കണം. അതന്നെ മനസ്സിലായില്ലേ? ഔലാമസ്തുമുൻ നിസാ എന്ന ശാരീരികമായി ബന്ധപ്പെട്ടാൽ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. വത്ഉ ചെയ്താൽ എന്നാണ്. അതാണ് ലാമസ. ലാമസ ഏതൊരു പദത്തിനും അതിന് ഹഖീഖിയായ അർത്ഥവുമുണ്ട്, മജാസിയായ അർത്ഥമുണ്ട്. ഹഖീഖിയായ അർത്ഥം അതിന്റെ നേരെ അർത്ഥം. മജാസിയായ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാൻ പറയാണ് രണ്ടാനർത്ഥം. ഒരു വാക്കിന് തന്നെ
രണ്ടർത്ഥം ഉണ്ടാവും. ഒന്ന് നേരെ നേരെയുള്ള അർത്ഥവും ഒന്ന് മജാസിയായ അർത്ഥവും. ഇവിടെ ലാമസ എന്ന് പറഞ്ഞാൽ തൊട്ടു എന്നല്ല വെക്കേണ്ടത്, വത്തു ചെയ്തു എന്നാണ് ഇമാം അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞത്. അപ്പൊ രണ്ടു കൂട്ടരും പറഞ്ഞത് തെളിവ് തന്നെയാണ്, രണ്ടു കൂട്ടരുടേതും ന്യായമാണ്, രണ്ടും നിങ്ങൾ മുണ്ടില്ല, രണ്ടും ശരിയാണ്. അപ്പൊ പിന്നെ മദ്ഹബ് മാറണോ എന്നൊരു ചോദ്യം. മദ്ഹബ് മാറണമെങ്കിൽ മാറാവുന്നതാണ് വുളൂ ചെയ്യുന്ന സമയത്ത്. അപ്പൊ നിങ്ങൾ ഇമാം അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞതുപോലെ വുളൂ ചെയ്യണം. അബൂ ഹനീഫ തങ്ങൾ വുളൂ ചെയ്യാൻ വേണ്ടി പറഞ്ഞതിൽ വളരെ പ്രധാനമായ ഒന്ന്, തലയുടെ നാലിൽ ഒന്ന് തടവൽ നിർബന്ധമാണ് ഹനഫി മദ്ഹബ് അനുസരിച്ച്. ഷാഫി മദ്ഹബ് അനുസരിച്ച് തലമുടി അല്പം തടവിയാൽ മതി. അപ്പൊ നിങ്ങൾ ആ നിയ്യത്തിൽ വുളൂ ചെയ്യുമ്പോൾ അങ്ങനെ തല തടവുന്ന സമയത്ത് നാലിൽ ഒന്ന് നിർബന്ധമായും തടവിയിരിക്കണം എന്നർത്ഥം. അങ്ങനെ മാറാണെങ്കിൽ, അല്ലെങ്കിൽ മാറണമെന്നില്ല. നമ്മുടെ മദ്ഹബിൽ തന്നെ അഭിപ്രായമുണ്ട്, തൊട്ടാൽ തൊട്ടവന്റെ, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തൊട്ടാൽ വുളൂ മുറിയും. രണ്ടാം അഭിപ്രായം തൊട്ടാൽ തൊട്ടവന്റേതാണ് മുറിയ, തൊടപ്പെട്ടവന്റേത് മുറിയുകയില്ല എന്നാണ്. അപ്പോ അബ്ബാസ് താരിമി ഉസ്താദ് ഒരു പെണ്ണാ നിങ്ങൾ സങ്കല്പിച്ചോളി, അതിന് പ്രശ്നമുണ്ടോ? അതിന് പ്രശ്നമുണ്ടോ? ഇല്ല, ആർക്കും പ്രശ്നമില്ല, ആർക്കും പ്രശ്നമില്ല. അപ്പൊ ഞാൻ മൂപ്പരെ തൊട്ടു, തവാഫ് ഇങ്ങനെ ചെയ്യാം, ഞാനൊന്ന് തൊട്ടു നോക്കി മൂപ്പരെ, അന്യ പെണ്ണാന്ന് വിചാരിച്ചോളി, എന്റെ വുളൂ മുറിയും. തൊടപ്പെട്ട ആളാണ് അബ്ബാസ് താരിമി ഉസ്താദ്, മൂപ്പരുടേത് മുറിയില്ല. മനസ്സിലായില്ലേ? അപ്പോ തവാഫിൽ പരസ്പരം ഇങ്ങനെ തൊട്ടുപോവാ. അപ്പൊ ആരും ആരെയും തൊടുന്നതല്ല, എല്ലാവരും മൽമൂസിന്റെ ഹുക്കുമിലാണ് എന്നാണ് അവിടെ പറയാ. എല്ലാവരും മൽമൂസിന്റെ ഹുക്കുമിലാണ്. മനസ്സിലായില്ലേ? പകരം ചെയ്യാൻ നിയ്യത്ത് വിവരിക്കണം. എല്ലാ വിഷയത്തിലും നിയ്യത്ത് ചെയ്യണോ? അതൊക്കെ നമ്മൾ നാളെ പറയും. ഇഹ്റാമിൽ നിൽക്കുമ്പോൾ അശുദ്ധി വന്നാൽ എന്തു ചെയ്യണം? എന്തശുദ്ധിയാണ്? വുളൂ മുറിഞ്ഞതാണെങ്കിൽ വുളൂ എടുക്കണം. അല്ലാതെ മെൻസസ് ആയി പോയതാണെങ്കിൽ നമ്മൾ നാളെ പറയും. മെൻസസ് കഴിയണ വരെ നിൽക്കണം. തവാഫ് ഈ അശുദ്ധി കൊണ്ട് നിഷിദ്ധമാകുന്ന തവാഫ് മാത്രമാണ് നാളെ നമ്മൾ പറയും. നാളെ ആ വിഷയങ്ങളൊക്കെ വരും നാളത്തെ ക്ലാസ്സിൽ. ഇപ്പൊ ഈ പറഞ്ഞ നമ്മൾ വായിച്ച ചോദ്യത്തിന്റെ വിഷയങ്ങളൊക്കെ നാളെ വരും. നാളത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെയും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ചോദിക്കണം. നമ്മൾ ദ്വാരക്കാണ്. ഇപ്പം എല്ലാവർക്കും ചായ കിട്ടിയില്ലേ? എന്നാൽ നാളെ രാവിലെ നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ? നേരത്തെ വരണം കേട്ടോ. നാളെ ഉദ്ഘാടനം ഒന്നുമില്ല. നാളെ നേരെ വരും. ബിസ്മില്ലാ അൽഹംദുലില്ലാ എന്ന് ചൊല്ലിയിട്ടാണ് തുടങ്ങും ഇൻഷാ അല്ലാഹ്. നാളെ 9 മണിയാകുമ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും എത്തണം. എന്നാലേ നമുക്ക് ഇതൊക്കെ ഇന്നത്തെ 1 മണിക്കൂർ ഗ്യാപ്പ് കൂടെ നാളെ ഫില്ല് ചെയ്യാൻ കഴിയുള്ളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു 3 സ്വലാത്ത് എല്ലാവരും ചൊല്ലി ഒരു ചെറിയ ദുആ നമ്മൾ അവസാനിപ്പിക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. നാളെ ക്ലാസ്സിന് വരുന്ന സമയത്ത് തന്നെ ഉമ്മമാരുടെ ഭാഗത്ത് ശ്രദ്ധിക്കേണ്ട, ഹജ്ജിന് പോകുന്ന ആളുകൾ ഇവിടെ ഇരിക്കുക. ഹജ്ജിന് പോകുന്ന പോലെ കൂടെ വന്നവരുണ്ടാവും. ഹജ്ജിന് പോകുന്നുണ്ടാവും.